ക്വാണ്ടം ടെക്നോളജിയിൽ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് വെച്ചാൽ ഈ സൂപ്പർ കണ്ടക്ടിങ് ജംഗ്ഷൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓസിലേറ്റേഴ്സ് അത് സ്കെയിൽ ചെയ്യാം. അത് ഒരെണ്ണം ഉണ്ടാക്കാൻ സാധിച്ചാൽ 1000 എണ്ണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ മില്യൺ എണ്ണം, ട്രാൻസിസ്റ്റർ പോലെ തന്നെ. ഇത് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യത്തക്ക വിധം കണക്ഷൻസും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ആൾ ഉദ്ദേശിക്കുന്നത് ഇതേ ടെക്നോളജി ഉപയോഗിച്ച് ട്രാൻസിസ്റ്റർ വിപ്ലവം പോലെ ഒരു സ്കെയിലബിൾ ടെക്നോളജി ഉണ്ടാക്കാം എന്നാണ് പ്രതീക്ഷ. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നോബൽ കമ്മിറ്റി അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇതിന് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഐൻസ്റ്റൈന് 1921 നോബൽ പ്രൈസ് 22 കൊടുക്കുകയും ചെയ്തു ഈ ഒരു കണ്ടുപിടുത്തത്തിന്. അന്നാണ് ക്വാണ്ടം ഫിസിക്സിലെ രണ്ടാമത്തെ ഒരു നാഴികക്കല്ല് ഐൻസ്റ്റൈൻ്റെ വർക്കാണ്. ലേസറിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് ഐൻസ്റ്റൈൻ ആ ഒരു വർക്കിൽ നിന്നാണ് ഐൻസ്റ്റൈൻ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. പിന്നെ 1923-24 ബോസിൻ്റെ വർക്ക്, അതിനെ തുടർന്ന് ഐൻസ്റ്റൈൻ്റെ ക്വാണ്ടം തിയറി ഓഫ് ഗ്യാസസ് എന്നുള്ള വർക്ക്. ഇതൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ. ഒരു നമ്പർ പോരാ, പല നമ്പേഴ്സ് വേണം. അതെല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു മാത്തമാറ്റിക്കൽ ഘടകമായിട്ട് അത് എഴുതണം. അതിന് മെട്രിക്സ് എന്ന് പറയുന്നത് കുറേ കോളംസും റോസും ആയിട്ട് ഇങ്ങനെ ഒരു സാധനം മാത്തമാറ്റിക്കലായിട്ട്. അത് മെട്രിക്സ് ആണെന്ന് പോലും ഹൈസൻബർഗിന് അറിയില്ലായിരുന്നു. എന്നാൽ മാക്സ് ബോൺ മനസ്സിലാക്കി ഇത് മെട്രിക്സ് ആണെന്നുള്ളത്. സമയം മാറുമ്പോൾ ഈ തരംഗം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, ഈ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഇക്വേഷൻ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആംപ്ലിറ്റ്യൂഡും ഫേസും അറിയാമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വേവ് ഫംഗ്ഷൻ. പക്ഷേ അത് ശരിയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഡിറ്റർമിനിസം വരികയാണ്. അത്രയുള്ളൊരു ഡിറ്റർമിനിസം നമ്മൾ ഇതിനിടയ്ക്ക് നോക്കിയാൽ എത്ര ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് എന്ന് ഈ തരംഗത്തിന് നോക്കിയാൽ അതെല്ലാം കൂടെ പിന്നെയും രണ്ടാമത് നമ്മൾ 0 നിന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അവിടെയാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇന്നത്തെ ക്വാണ്ടം മെക്കാനിക്സ്, ഇന്ന് നമുക്കറിയുന്ന ക്വാണ്ടം മെക്കാനിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് പാർട്ടിക്കിളിന് ഇന്ന പൊസിഷൻ ഉണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ടിക്കിളിന് ഇന്ന പൊസിഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. എൻ്റെ ഒരു വിശ്വാസം, ഫിസിക്സ് പോലെ ഒരു സബ്ജക്റ്റിൽ മറിഞ്ഞിരിക്കേണ്ട ഒന്നുമില്ല. ഹിഡൻ വേരിയബിൾ ഇല്ല. ഹിഡൻ വേരിയബിളിന് നമ്മൾ മനസ്സിലാവാത്തതിനെയാണ് നമ്മൾ ഹിഡൻ വേരിയബിൾസ്, ഡാർക്ക് എനർജി, ഡാർക്കെന്നും ഹിഡെന്നും ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. പക്ഷേ അതിനെപ്പറ്റി ഫോക്കസ്ഡായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണം കണ്ടെത്തണം. ആ കാരണം കണ്ടെത്തിയില്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഫെയിലിയറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഫെയ്ൻമാൻ പറഞ്ഞത്, ഐ ക്യാൻ സേഫ്ലി സേ നോബഡി അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. ഏതാണ്ട് ശരിയാണ് ഇപ്പോഴും, ഒരാൾ ഒഴിച്ച്. എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ബാധകമല്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് ഈ രൂപത്തിലായത്, എന്തുകൊണ്ടാണ് അൺസർട്ടനിറ്റി. ഫിസിക്കൽ വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത് അതും ക്വാണ്ടം തിയറി റെപ്രസെൻറ്റേഷനിൽ എന്താണ് സംഭവിക്കുന്നതുമായിട്ട് ഒരു പരസ്പര ഒന്നിനൊന്നും ബന്ധമില്ല. അതുകൊണ്ട് ഫിസിക്കൽ തിയറി അപൂർണമാണ്, ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള തിയറി അപൂർണമാണ് എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ പ്രൂവ് ചെയ്തത്. വളരെ പവർഫുള്ളായിട്ടൊരു പ്രൂഫാണത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് IBM, ഗൂഗിൾ ഉള്ള കമ്പനികൾ എല്ലാ മാസവും ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഞങ്ങൾക്ക് ആ ബ്രേക്ക് ത്രൂ ഉണ്ടായി, ഈ ബ്രേക്ക് ത്രൂ ഉണ്ടായി, മജറോണ ചിപ്പ് ഉണ്ടാക്കി, ഇതുണ്ടാക്കി. ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും 21 അപ്പുറം പോകാൻ പറ്റിയിട്ടില്ല. ഒരു കുട്ടിക്ക് പറയാൻ പറ്റും 21ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് 3ഉം 7ഉം ആണെന്ന്. ക്വാണ്ടം കമ്പ്യൂട്ടറിന് അതിന് അപ്പുറം പോകാൻ പറ്റിയിട്ടില്ല. 2 കൊല്ലം മുമ്പ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ഹരിഹരൻ, അഡ്മിറൽ ഹരിഹരൻ ആയിരുന്നു, റിട്ടയറായി. ഡിയാറ്റിൽ വന്നു. ഞാൻ ഏതാണ്ട് അരമണിക്കൂർ ആറ്റം ഇൻ്റർഫെറോമീറ്ററിനെ പറ്റിയും അതെങ്ങനെ GPS ഡിനൈഡ് സബ്മറൈൻ നാവിഗേഷൻ ഉപയോഗിക്കാമെന്നും ലെക്ചർ തന്നെ കൊടുത്തു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത് ബട്ട് വി വാണ്ട് ക്വാണ്ടം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് സഹായിക്കണമെന്നുണ്ട്.
ക്വാണ്ടം മെക്കാനിക്സിൻ്റെ 100 വർഷം കൊണ്ടാടുന്ന 2025 ഫിസിക്സിലെ നൊബേൽ സമ്മാനവും 80കളിലെ ക്വാണ്ടം ഫിസിക്സിലെ ഗവേഷണ മുന്നേറ്റത്തിന് തന്നെ എന്നത് ഏറെ പ്രസക്തമാണ്. ഇത് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ നാഷണൽ ക്വാണ്ടം മിഷന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു. നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് സയൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്വാണ്ടം സയൻസിലും ടെക്നോളജിയിലും നെക്സ്റ്റ് ജനറേഷൻ സയൻറ്റിസ്റ്റുകളെയും എഞ്ചിനീയർമാരെയും വാർത്തെടുക്കാനും ക്വാണ്ടം ടെക്നോളജിയുടെ സമസ്ത മേഖലയിലും രാജ്യത്തെ മുൻനിരയിൽ എത്തിക്കാനും പൂനെയിലെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി തുടങ്ങിയ സ്കൂൾ ഓഫ് ക്വാണ്ടം ടെക്നോളജിയിലെ പ്രൊഫസർ CS ഉണ്ണികൃഷ്ണൻ ആണ് ഇന്ന് ദ സയൻസ് ടോക്കിലെ അതിഥി. ഗ്രാവിറ്റേഷണൽ ഫിസിക്സിൽ രാജ്യത്തെ മുൻനിര ശാസ്ത്രജ്ഞരിൽ ഒരാളായ പ്രൊഫസർ CS ഉണ്ണികൃഷ്ണൻ മുംബൈ TIFRൽ നിന്നും 2022 വിരമിച്ചതിന് ശേഷമാണ് ഡിയറ്റിൽ ജോയിൻ ചെയ്തത്. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം പ്രൊഫസർ. സയൻസ് ടോക്കിലേക്ക് രണ്ടാമതും എത്തുന്നത് സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് സാധാരണക്കാർക്ക് പരിചിതമായ ഒരു ക്വാണ്ടം ടെക്നോളജിയാണ് കമ്പ്യൂട്ടർ മൈക്രോ ചിപ്സിലെ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇത്തവണത്തെ നൊബേൽ പ്രൈസ് നെക്സ്റ്റ് ജനറേഷൻ ക്വാണ്ടം ടെക്നോളജിയിലേക്കുള്ള ഒരു പുതിയ വഴി തുറന്നിരിക്കുകയാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതിലെന്താണ് പറയാനുള്ളത്? ഈ വർഷത്തെ നൊബേൽ പ്രൈസ് ഈ ജോസഫ്സൺ ജംഗ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റിയിലുള്ള ഒരു ടെക്നോളജി ഡിവൈസാണ്. അതിൻ്റെ ചില പ്രത്യേകതകൾ പഠിക്കുന്നവർക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ജോസഫ്സൺ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത, അത് ജോസഫ്സൺ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഓക്സൈഡ് ലെയർ നോൺ കണ്ടക്ടിങ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രണ്ട് സൂപ്പർ കണ്ടക്ടിങ് ലെയർ, ഇത് നോൺ കണ്ടക്ടിങ് ഒരു തിൻ ലെയർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ജോസഫ്സൺ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. പക്ഷേ അതിലും പ്രധാനം സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അതിലെ രണ്ട് ഇലക്ട്രോൺ പെയർ ചെയ്ത് ആ പെയറാണ് കണ്ടക്ടിങ് കാരിയേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ്. അതിന് നമ്മൾ കൂപ്പർ പെയർ എന്ന് പറയുന്നത്. ഈ പെയറ്, എല്ലാ പെയറുകളും ഇലക്ട്രോൺസിൻ്റെ പെയർ, അത് അത്തരം ഒരു കോടി പെയറുകൾ ഒരേപോലെ ഒരു കൊഹറൻ്റായിട്ട് ഒരു മാർച്ച് ചെയ്യുന്ന പോലെ ഒരേ ഒരു സിസ്റ്റം പോലെ പെരുമാറുമ്പോഴാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത്. ഇത് ശരിക്കും പുറകോട്ട് പോയാൽ ഇത് ശരിക്കും ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഫിനോമിനൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു തരം ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റാണ് ഈ കൂപ്പർ പെയറിൽ കൂടെ കണ്ടക്ട് ചെയ്യുന്ന കറണ്ടും. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളാണ് ഇവർ പഠിച്ചത്. പ്രത്യേകിച്ചും ടണലിംഗ് എന്നുള്ള ഒരു പ്രതിഭാസം. ഈ ടണലിംഗ് എന്നുള്ള പ്രതിഭാസം ഉണ്ടാകുന്നത് ഇങ്ങനെ രണ്ട് സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ അതിനിടയ്ക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ലെയർ ഉള്ളതുകൊണ്ട് ഈ ഇലക്ട്രോൺസ് പെയർസ് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുകയില്ല. മെറ്റലിലൊക്കെ പോകുന്ന പോലെ നേരെ ഈ ഭാഗത്തു നിന്ന് ആ ഭാഗത്തേക്ക് പോകാൻ സാധ്യതയില്ല. പിന്നെ പോകാവുന്ന ടണൽ ചെയ്യുക എന്നുള്ള ഒരു പ്രതിഭാസമാണ്. അത് ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ലൈറ്റും അതുപോലെ പെരുമാറും. അപ്പോൾ അതാണ് ഇവർ പഠിച്ചതും. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രവചനം 1960 തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന എന്നിട്ട് പറയുന്ന ഒരു ചുമരിലൊരു ബോൾ വന്ന് തട്ടുമ്പോൾ ബോൾ ബൗൺസ് ചെയ്ത് വരാതെ അങ്ങനെ പറയാം. പക്ഷെ അതിലും നിസ്സാരമായിട്ട് പറയാവുന്നത് 1900-ത്തിനടുത്ത് JC ബോസ് തന്നെ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രിസം, അത് ഒരു പ്രിസത്തിൽ കൂടെ ഒരു ലൈറ്റ് ബീം അയച്ചാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നും പറഞ്ഞ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് ലൈറ്റ് പ്രിസത്തിൽ പോയിട്ട് നേരെ റിഫ്ലക്റ്റ് ചെയ്യും, ഒന്നും അങ്ങോട്ട് കടന്നു പോവുകയില്ല. ഒരു ക്രിട്ടിക്കൽ ആംഗിളിൽ കൂടുതലാണ് ഇത് ലൈറ്റ് ചെല്ലുന്നതെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയുള്ളൂ, അല്ല പാസ് ചെയ്യുകയില്ല. അതിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്.
സ്കൂളിലൊക്കെ പഠിക്കാനുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിനടുത്ത് വേറൊരു പ്രിസം അടുപ്പിച്ച് വെച്ചാൽ, തൊട്ടല്ല ഒരു ഗ്യാപ്പോട് കൂടി വെച്ചാൽ കുറേ ലൈറ്റ് പാസ് ചെയ്യും. അതിനും ടണലിംഗ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ആ പ്രതിഭാസവും ഈ പ്രതിഭാസവും ഏതാണ്ട് ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമുക്ക് അതിന് കടന്നു പോകാൻ പറ്റില്ലാത്ത ഒരു പറ്റാത്ത ബാരിയർ ഉള്ളിടത്തും അത് കടന്നു പോകുന്നുണ്ട്. ജെസ്സി ബോസ് ചെയ്ത എക്സ്പെരിമെൻ്റ് മൈക്രോവേവ്സ് ഉപയോഗിച്ചാണ്. പക്ഷേ ഇതേ സാധനം ലേസർ ലൈറ്റ് ഉപയോഗിച്ചും ചെയ്യാം. അതുപോലെയുള്ളൊരു പ്രതിഭാസമാണ് ടണലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ജോസഫ്സൺ ജംഗ്ഷനിലുള്ള പ്രത്യേകത, ഈ 2 ജംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഇത് തിരിച്ചും മറിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കും, ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ഉള്ള പ്രത്യേകത ഈ ഒരു ഓസിലേറ്ററായിട്ട് ഉപയോഗിക്കാം ജോസഫ്സൺ ജംഗ്ഷനെ. അതാണ് ക്വാണ്ടം ടെക്നോളജിയിൽ അതിനുള്ള ഇമ്പോർട്ടൻസ്. കാരണം ഈ ഓസിലേറ്ററിൻ്റെ എനർജി ലെവൽസ് അത് ക്വാണ്ടൈസ്ഡ് ആണ്. ഒരു ഏറ്റവും താഴെയുള്ള ഒരു എനർജി ലെവൽ, അതിൻ്റെ കുറച്ചപ്പുറേ മുകളിലുള്ള ഒരു എനർജി ലെവൽ. അപ്പോൾ ഇത് രണ്ടുമാണ് 0, 1 എന്നുള്ള 2 ഇത് കോഡ് ചെയ്യുന്നത്. ഒരെണ്ണം ഏറ്റവും താഴെയുള്ള എനർജി ലെവൽ 0 വിളിക്കുന്നു, അടുത്തത് 1. അപ്പോൾ ഈ 0യും 1ഉം ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടിങ്ങിന് ഉപയോഗിക്കാതെ. അതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇത് ക്വാണ്ടം ടെക്നോളജിയിൽ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് വെച്ചാൽ, ഈ സൂപ്പർ കണ്ടക്ടിങ് ജംഗ്ഷൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓസിലേറ്റേഴ്സ് അത് സ്കെയിൽ ചെയ്യാം. അത് ഒരെണ്ണം ഉണ്ടാക്കാൻ സാധിച്ചാൽ 1000 എണ്ണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ മില്യൺ എണ്ണം, ട്രാൻസിസ്റ്റർ പോലെ തന്നെ. ഇത് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യത്തക്ക വിധം കണക്ഷൻസും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ആളുകൾ ഉദ്ദേശിക്കുന്നത് ഇതേ ടെക്നോളജി ഉപയോഗിച്ച് ട്രാൻസിസ്റ്റർ വിപ്ലവം പോലെ ഒരു സ്കെയിലബിൾ ടെക്നോളജി ഉണ്ടാക്കാം എന്നാണ് പ്രതീക്ഷ. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. പക്ഷേ അതിൻ്റെ ഫിനോമിനൊക്കെ ശരിക്കും കഴിഞ്ഞ നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തങ്ങളാണ്. അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ ഈ ടെക്നോളജി ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് തോന്നുന്ന നോബൽ കമ്മിറ്റി അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇതിന് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ഊർജം നൽകുന്നു. അതിന് വേണ്ടിയിട്ട് സൂപ്പർ കണ്ടക്ടറുകൾ, ഈ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് വേണ്ട ക്യൂബിറ്റുകൾ ഉണ്ടാക്കാൻ നിർണായകമാണെന്നാണ് പറയുന്നത്. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് എന്ത് കമ്പ്യൂട്ടിംഗ് പ്രോസസ്സാണെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ എൻകോഡ് ചെയ്യുന്നത് ഈ ബൈനറി 0, 1 എന്നുള്ള 2 ഇത് രണ്ടും ഉണ്ടെങ്കിൽ എല്ലാ സംഖ്യകളും എൻകോഡ് ചെയ്യുകയും എല്ലാ ഇൻഫർമേഷനും ഡിജിറ്റൈസ് ചെയ്യുക എന്ന് പറയും. അത് സാധാരണ കമ്പ്യൂട്ടറുകളാണ് നമ്മൾ ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാണ്. ഓഫ് സ്റ്റേറ്റ് 0, ഓൺ സ്റ്റേറ്റ് 1 എന്ന് പറഞ്ഞാൽ അപ്പം എല്ലാ ഇൻഫർമേഷനും ഈ 2 സ്റ്റേറ്റിലും എൻകോഡ് ചെയ്യാൻ പറ്റും. ഇതേ കാര്യം തന്നെയാണ് ക്വാണ്ടം ബിറ്റ്സ്, ക്യൂബിറ്റ്സ് എന്ന് പറയുന്നത് ക്വാണ്ടം ബിറ്റ്സ് അവിടെയും ചെയ്യേണ്ടത്. പക്ഷേ അവിടെയുള്ള പ്രത്യേകത, ഇതിന് ഈ ടെക്നോളജിയുടെ ഒക്കെ ബേസിസ്, ക്വാണ്ടം ടെക്നോളജി എന്ന് പറയുന്നതിൻ്റെ, കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം ടെക്നോളജിയുടെ ബേസിസ് എന്ന് പറയുന്നത് ഈ ഇങ്ങനെയൊരു 0, 1 എന്നുള്ള 2 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ സൂപ്പർ പൊസിഷൻ, ഈ 0യും 1ഉം പല അളവിൽ കൂട്ടി യോജിപ്പിച്ചുള്ള ഒരു പ്രത്യേകതരം ഫിസിക്കൽ സ്റ്റേറ്റ്, അത് ക്വാണ്ടം മെക്കാനിക്സിൽ സാധ്യമാണ്. ക്ലാസിക്കൽ ഫിസിക്സിൽ നമുക്കത് സാധ്യമല്ല. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് ടെയിൽ എന്ന് പറയുന്നത് 0യും 1ഉമായിട്ട് എൻകോഡ് ചെയ്യാം. പക്ഷേ ഈ 0+1 0-1 പറയുന്ന ഒരു സ്റ്റേറ്റ് കോയിൻ പോലെയുള്ള, അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൽ പോലും ഓൺ ഓഫ് സാധ്യത മാത്രമുള്ള ഒരു ബിറ്റിൽ, സാധാരണ കമ്പ്യൂട്ടിങ്ങിൽ ഇതിനും ബിറ്റെന്ന് പറയും, അതിൽ കോഡ് ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ക്വാണ്ടം ടെക്നോളജിയിൽ ഈ ഒരു കോഡിങ് സാധ്യമാണ്. 0+1 അത് പല അളവിൽ A × 0 + B × 1 അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ അതാണ് ആ വ്യത്യാസവും. ഇനി ഈ പ്രത്യേകത എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് ക്വാണ്ടം ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗവേഷണ നേട്ടത്തിൽ സൂപ്പർ കണ്ടക്ടിവിറ്റിക്കും നാനോ സൈസിനും സുപ്രധാന പങ്കാണല്ലോ. അതെ അതെ. അപ്പം ഈ ഒരു മേഖലയിൽ പ്രൊഫസർക്കും ഒരു 2010 മുൻപായിട്ടൊരു ഗവേഷണ നേട്ടം ഉണ്ടായിരുന്നു. അത് ഞാനത് ഗവേഷണ നേട്ടം എന്നൊന്നും പറയല. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷനാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്കൽ ഫിനോമിനൻ എന്ന് പറയുന്നത്. അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ, ബോസ് ചെയ്ത വർക്ക് അത് ക്വാണ്ടം മെക്കാനിക്സ്
ൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രീ ക്വാണ്ടം മെക്കാനിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളിൽ ഒന്ന് തന്നെയാണ്. അത് ചെയ്യാനുള്ള കാര്യം സത്യേന്ദ്രനാഥ് ബോസ്. ഇപ്പോൾ പണ്ട് പോലെയുള്ള ചോദ്യം ലൈറ്റ് തരംഗമാണോ കണമാണോ എന്നുള്ളൊരു ചോദ്യം ന്യൂട്ടൺ മുതലേ ഉണ്ട്. അതൊരിക്കലും കൃത്യമായിട്ടൊരു ഡെഫിനറ്റായിട്ടുള്ള ആൻസർ ആരും ഒരിക്കലും തന്നിട്ടില്ല. അപ്പോൾ ബോസ് വിചാരിച്ചു ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു കൺസെപ്റ്റ് അത്ര യുക്തിഭദ്രമല്ല എന്നുള്ളതാണ് ബോസിൻ്റെ വിചാരം. അതുകൊണ്ട് ബോസ് പറഞ്ഞു ഈ ലൈറ്റിനെ വെറും കണങ്ങളുടെ ഒരു ഗ്യാസായിട്ട് കണക്കാക്കാം, എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ബോസ് ഫോളോ ചെയ്തത്. അതായത് പ്ലാങ്കിൻ്റെ ഈ വികിരണ നിയമം ഉണ്ടായിരുന്നു, പ്ലാങ്കിൻ്റെ നിയമം. അതായത് ചൂടായ ഒരു വസ്തുവിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എങ്ങനെയാണ് എനർജി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് പ്ലാങ്കിൻ്റെ ലോ. അത് റീഡിറൈവ് ചെയ്യുകയാണ് ബോസ് ചെയ്തത്. പക്ഷേ റീഡിറൈവ് ചെയ്യുന്നതിൽ കൺസെപ്റ്റലായിട്ടുള്ള ഒരു അഡ്വാൻസ് എന്ന് പറയുന്നത് ബോസ് പറഞ്ഞു ഫോട്ടോൺസ്, അതായത് അന്ന് ഫോട്ടോൺസ് എന്നുള്ള പേരില്ല, ലൈറ്റിൻ്റെ അടിസ്ഥാന കണങ്ങളാണ്, അതിൻ്റെ ഗ്യാസാണ് ഈ ഒരു വസ്തു ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന റേഡിയേഷൻ. എന്നിട്ട് ബോസ് അത് കൃത്യമായിട്ട് ഡിറൈവ് ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നിട്ട് ഐൻസ്റ്റൈന് പേപ്പർ അയച്ചു കൊടുക്കുന്നത്. പക്ഷേ ഐൻസ്റ്റൈൻ അത് പെട്ടെന്ന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. അതായത് ഈ ബോസിൻ്റെ തത്വം അനുസരിച്ച് ഇങ്ങനെ ആ മെത്തേഡ് ഫോളോ ചെയ്താൽ സാധാരണ ഗ്യാസിന് ഇപ്പോൾ ഹൈഡ്രജൻ എന്നുള്ള പോലെയുള്ളൊരു ഗ്യാസ് അതിന് ക്വാണ്ടം മെക്കാനിക്സിനനുസരിച്ച് എന്ത് തരം ഡിസ്ട്രിബ്യൂഷനാണ് ഉണ്ടാകുന്നതെന്ന് അന്ന് ആ തിയറി ഇല്ല. ബോസിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് ഐൻസ്റ്റൈൻ ആ തിയറി ഡിസ്കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ വളരെ പ്രാധാന്യമുള്ള ഒരു വർക്ക് ക്വാണ്ടം തിയറി ഓഫ് ഗ്യാസസ് എന്നുള്ളതാണ്. ക്വാണ്ടം മെക്കാനിക്സിന് ഒരു കൊല്ലം മുമ്പ് തന്നെയാണ് വന്നത്, 1924. അത് ബോസിൻ്റെ വർക്കിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ബോസോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഇതെല്ലാം കൂടെ ആ ഏറ്റവും താഴെയുള്ള എനർജി ലെവലിലേക്ക് ഒരുമിച്ച് കണ്ടൻസ് ചെയ്യും. അതിനാണ് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ വർക്കിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് ഫെർമി അങ്ങനെയുള്ള ആളുകൾ ഇലക്ട്രോൺസ് അങ്ങനെയുള്ള പാർട്ടിക്കിൾ ഇതല്ല ഫോളോ ചെയ്യുന്നത്. അതിന് ചാർജ് പാർട്ടിക്കിളല്ല, സ്പിന്നാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. മൂലകങ്ങളുടെ സ്പെക്ട്രം മനസ്സിലാക്കാനായിട്ട് പോളി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു പ്രിൻസിപ്പിളായിട്ട് ഒരു പ്രസ്താവന ആണ് ചെയ്തത്. അതിന് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. കെമിസ്ട്രിയിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രിൻസിപ്പിളാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരേ ഭൗതികാവസ്ഥയിലുള്ള ഒരു ഇലക്ട്രോണിന് മാത്രമേ ഒരു എനർജി ലെവലിൽ പറ്റുള്ളൂ. രണ്ടാമതൊരു ഇലക്ട്രോൺ വന്നാൽ അത് വേറെ ഒരു സ്ഥലത്തേക്ക് പോകണം, വേറൊരു എനർജി ലെവലിലേക്ക്, വേറൊരു ഭൗതികാവസ്ഥയിലേക്ക് പോകണം. 2 ഇലക്ട്രോണിന് ഒരുമിച്ച് ഒരേ സമയം ഒരേ നിലയിൽ വരാൻ പറ്റില്ല. ആ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് അതിൻ്റെ എല്ലാം ഈ വിതരണത്തിന് അടിസ്ഥാനം. പക്ഷേ ഇതിനൊരു പ്രത്യേകത, അപ്പോൾ ബോസോൺസ് എന്ന് പറയുന്ന ഒരു തരം പാർട്ടിക്കിൾ, ഫെർമിയോൺസ് എന്ന് പറയുന്ന വേറെ തരം. ഇത്തരം 2 തരം പാർട്ടിക്കിളേ ഈ ലോകത്തുള്ളൂ. ഈ ഫെർമിയോൺസിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ബോസോൺസിൽ ഏറ്റവും പ്രധാനം ഫോട്ടോൺസ് ആണ്. പിന്നെ ഇപ്പോൾ പറയുന്നത് ഹിഗ്സ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ബോസോണാണ്. ഇത് 2 പാർട്ടിക്കിളെ നമുക്ക് പിന്നെ അത് സ്പെക്കുലേഷനാണ്. പക്ഷേ ഈ പ്രിൻസിപ്പിളിൻ്റെയൊക്കെ അടിസ്ഥാനം സ്പിന്നാണ്. സ്പിന്നിൻ്റെ വാല്യൂ, സ്പിൻ എന്ന് പറഞ്ഞാൽ ഒരു തരം ഇൻറ്റേർണൽ കറക്കം എന്ന് പറയാം. അതിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ അതെല്ലാം പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. സ്പിൻ ഒരു പൂർണ്ണസംഖ്യയാണെങ്കിൽ അതെല്ലാം ബോസോൺസ് ആയിരിക്കും. അതൊരു ഹാഫ് ഇൻറ്റിജർ, പകുതി ആണെങ്കിൽ ഫെർമിയോൺസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 2 ഫെർമിയോൺ ഒരുമിച്ചാൽ 2 കൂടെ കൂട്ടിയാൽ ഒരു പൂർണ്ണസംഖ്യയായി. അപ്പോൾ അതിന് ബോസോണായിട്ട് പെരുമാറാം. അപ്പോൾ ഇവിടെ ഈ ലോ ടെമ്പറേച്ചർ നാനോ സൈസിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി പിന്നെ സൂപ്പർ ഫ്ലൂയിഡിറ്റി, ഈ 2 ഫെർമിയോൺസ് ഒരു ബോസോണായിട്ട് പെരുമാറുകയാണ്. അതാണ് ഒരു പ്രത്യേകത. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അടിസ്ഥാന പ്രതിഭാസമാണ്. അതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ ഈ കാര്യം എല്ലാവർക്കും അറിയാം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പിന്നിനെ മാത്രം അടിസ്ഥാനമാക്കി ഈ 2 ഡിവിഷൻ ബോസോൺസും ഫെർമിയോൺസും, എന്തുകൊണ്ടാണ് പാർട്ടിക്കിളിൻ്റെ
ഈ അടിസ്ഥാന കണങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാവുന്നതെന്ന് ഇന്ന് വരെ ആർക്കും മനസ്സിലായിട്ടില്ല. എൻ്റെ പുസ്തകത്തിൽ ന്യൂ റിലേറ്റിവിറ്റി ഇൻ ദ ഗ്രാവിറ്റേഷണൽ യൂണിവേഴ്സിൽ ഇതിനൊരു സൊല്യൂഷൻ പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ അല്ലെങ്കിൽ ഫിസിക്സിൽ കുറേ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ പോലും പറയുന്നത് ഒരു സംഭവ്യത സാധ്യത, അല്ലെങ്കിൽ ഷ്രോഡിഞ്ചറിൻ്റെ പൂച്ച ചത്തോ ജീവനുണ്ടോ, പിന്നെ ഇത് ദ്രവ്യവും പ്രകാശവും ഒക്കെ ഒരേ സമയം തരംഗത്തിൻ്റെയും കണത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്നു, ഒന്നും കൃത്യമായി നിർണ്ണയിക്കാൻ സാധ്യമല്ല എന്നിങ്ങനെ കുറേ ഇൻ്റർപ്രിട്ടേഷൻസിലൂടെയാണ് ക്വാണ്ടം മെക്കാനിക്സ് പോകുന്നത്. അപ്പം ഒരു ഏറ്റവും സങ്കീർണമായ ഒരു സബ്ജക്റ്റായിട്ടാണ്, കോംപ്ലക്സിറ്റിയിൽ നിന്ന് കോംപ്ലക്സിറ്റിയിലേക്ക് പോകുന്ന ഒരു സബ്ജക്റ്റായിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിനെ പൊതുവെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇതിലെ യാഥാർത്ഥ്യങ്ങളും ഈ തെറ്റായ ഇൻ്റർപ്രിട്ടേഷൻസ് എന്തൊക്കെയാണ്? ക്വാണ്ടം മെക്കാനിക്സ് വരുന്നത് വളരെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കൊണ്ടാണ്. ഇങ്ങനൊരു തിയറി വരുമെന്ന് 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം പോലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അതിനൊരു കാരണമുണ്ട്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് 300-350 കൊല്ലം എല്ലാ കാര്യങ്ങളും പല രീതിയിൽ വിശദീകരിക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവേ കാണുന്ന പ്രതിഭാസങ്ങളെല്ലാം കൃത്യമായിട്ട് ന്യൂട്ടൻ്റെ നിയമങ്ങൾ ആണ് അതിന് അടിസ്ഥാനം. ഒരു ഫിസിക്കൽ സിസ്റ്റം, എന്ത് സിസ്റ്റമാണെങ്കിലും അതിൻ്റെ അപ്പോഴത്തെ നില നമുക്കറിയാമെങ്കിൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇക്വേഷൻസ് ഉപയോഗിച്ച് പ്രൊഡിക്റ്റ് ചെയ്യാം. എല്ലാം അപ്പോൾ ഒരു വലിയ കാര്യമാണ് ഡിറ്റർമിനിസം, കോസാലിറ്റി, അത് കാര്യകാരണ ബന്ധം വളരെ കൃത്യമായിട്ട്. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഫിസിക്സ് എന്ന് പറയുന്നത്. ഈ പ്രവചന ശക്തിയാണ് ഫിസിക്സിൻ്റെ ശക്തിയായിട്ട് കണക്കാക്കിയിരുന്നത്. എൻ്റെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനത് എത്ര കൊല്ലം മുമ്പോട്ടോ പുറകോട്ടോ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഫിസിക്സിൻ്റെ നിയമങ്ങൾ ഉപയോഗിച്ച് ആ നിയമങ്ങൾ മാറുന്നില്ല. അടിസ്ഥാന പ്രിൻസിപ്പിൾസ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നു. സംരക്ഷണ നിയമങ്ങൾ, അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾ ഉപയോഗിച്ചെല്ലാം എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ 1900-ത്തിനടുത്ത് ഈ സിറ്റുവേഷൻ കുറച്ച് മാറി. 2-3 കാര്യങ്ങളുണ്ട്. അന്ന് ഈ പല എലമെൻസിൻ്റെയും മൂലകങ്ങളുടെയൊക്കെ സ്പെക്ട്രം ചൂടാക്കുക, ഒരു ഗ്യാസ് ചൂടാക്കിയാൽ അതിൽ നിന്ന് എമിഷൻ ഉണ്ടാവും. അതിൽ ഈ ലൈൻ സ്പെക്ട്രം കാണുന്നത് ആർക്കും മനസ്സിലായി എങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെയുള്ള പ്രശ്നം ഒരു ഫർണസ് പോലെ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കുള്ള വെച്ച് അതിൻ്റെ ഫ്ലെയിം, ജ്വാല ഉണ്ടാകുന്നു. എന്തെങ്കിലും ചൂടാക്കി അതിങ്ങനെ ചുവന്ന് അതിൽ നിന്ന് റേഡിയേഷൻ വരും. ലൈറ്റാണ് വരുന്നത്. ചൂടാക്കും തോറും അതിൻ്റെ കളർ മാറി കൂടുതൽ ഒരു നീല മുതൽ ചുവപ്പ് വരെയുള്ള എല്ലാം വരും. ചൂട് മാത്രം ആവശ്യമുള്ളൂ അതിന്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു നിയമം വേണ്ടേ? അത് വന്നത് 1900-ൽ പ്ലാങ്കിൻ്റെ വർക്കിൽ നിന്നാണ്. കാരണം അതിനു മുമ്പുള്ള നിയമങ്ങളോ ഇതിന് ചൂടാക്കിയൊരു വസ്തു വരുന്ന വികിരണത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അപ്രോക്സിമേറ്റായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അതിന് മുമ്പ്. പക്ഷേ അത് കൃത്യമായിട്ട് പറഞ്ഞത് പ്ലാങ്കാണ്. അത് അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. നമുക്കറിയാവുന്ന നിയമങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു മാറ്ററുണ്ട്, റേഡിയേഷനുണ്ട്, ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷനുണ്ട്. മാറ്റർ ചൂടാക്കുമ്പോൾ റേഡിയേഷൻ ഉണ്ടാകുന്നു. പക്ഷേ ഈ റേഡിയേഷൻ മാറ്റർ അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതും അത് വളരെ കൃത്യമായ അളവിൽ എനർജിയുടെ ഖണ്ഡങ്ങളായിട്ടാണ്, കഷണമായിട്ട് എനർജി പോലെ, അതായത് കണ്ടിന്യൂസ് ആയിട്ടല്ല. അപ്പോൾ അതിനാണ് ക്വാണ്ടൈസേഷൻ ആദ്യം പറയേണ്ടി വന്നത്. ക്വാണ്ട ഓഫ് റേഡിയേഷൻ. അപ്പോൾ പ്ലാങ്കിനെ സംബന്ധിച്ച് പ്ലാങ്കിൻ്റെ അഭിപ്രായത്തിൽ എമിറ്റ് ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കളർ പറഞ്ഞാൽ ഇപ്പം നീല കളറിലുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ചുവപ്പ് കളറുള്ള റേഡിയേഷൻ, അത് ഫ്രീക്വൻസി വ്യത്യാസം വരുത്തുന്നുണ്ട്. ആ ഫ്രീക്വൻസി പറഞ്ഞാൽ ഓരോ ഖണ്ഡത്തിൻ്റെയും എനർജി കൃത്യമായിട്ട് പറയാൻ പറ്റും. 1, 2, 3 അങ്ങനെ ക്വാണ്ടൈസ്ഡ് ആയിട്ടാണ് എനർജി വരുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ നിയമത്തിന് വളരെ വ്യക്തമായൊരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു നിയമം കൃത്യമായിട്ട് കിട്ടാൻ, അത് എക്സ്പെരിമെൻറ്റുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു നിയമം കിട്ടാൻ പ്ലാങ്കാണ് നിർബന്ധിതമായെന്ന് പറയാം. ഇത് ഇങ്ങനെ ഒരു അസംഷൻ, വേറെ അടിസ്ഥാനമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഇക്വേഷനിലാണല്ലോ എച്ച് എന്നുള്ളൊരു, അതെ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് വളരെ അടിസ്ഥാന, ഇപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി സി എന്ന് പറയുന്ന പോലെ അത്രയും
പ്രാധാന്യമുള്ള ഒരു ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻ്റാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച് എന്ന് പറയുന്നത്. അതിനൊരു ഫിസിക്കൽ സ്വഭാവം കൊടുക്കുന്നത്, മനസ്സിലാവുന്ന തരത്തിലുള്ളൊരു ഫിസിക്കൽ സ്വഭാവം കൊടുക്കുന്നത് ഐൻസ്റ്റൈൻ്റെ 1905 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. അതിലാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത് ലൈറ്റ് പെരുമാറുന്നത് കണങ്ങൾ പോലെ തന്നെയാണ്. അപ്പോൾ ഓരോ കണത്തിൻ്റെയും എനർജിയാണ് പ്ലാങ്കിൻ്റെ ക്വാണ്ടൈസ്ഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ പതിച്ചാൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് വരും, അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പക്ഷേ അത് വേണമെങ്കിൽ ഒരു ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എല്ലാ ഫ്രീക്വൻസിയിലും അത് സാധിക്കില്ല. ഒരു ഫ്രീക്വൻസി ഒരു പ്രത്യേക അളവിൽ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് വരികയുള്ളൂ. അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞത് ഫ്രീക്വൻസിയും എനർജി ആയിട്ടുള്ള റിലേഷൻ, പ്ലാങ്കിൻ്റെ റിലേഷൻ, അതാണ് ഇതിൻ്റെ ബേസിസ്. എന്നിട്ട് അത്രയും ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഇലക്ട്രോൺസിനെ ഇതിൽ നിന്ന് മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് വിടാൻ ലൈറ്റിന് സാധിക്കും. പക്ഷേ ഒരു കണത്തിന് ലൈറ്റിൻ്റെ അത് ഒരു ഇലക്ട്രോണിന് ഒരു ലൈറ്റ് കണം ഉള്ള തരത്തിലാണ് ഇത് വരുന്നത്. അതിന് ഐൻസ്റ്റൈന് 1921 നോബൽ പ്രൈസ് 22 കൊടുക്കുകയും ചെയ്തു ഈ ഒരു കണ്ടുപിടുത്തത്തിന്. അന്നാണ് ക്വാണ്ടം ഫിസിക്സിലെ രണ്ടാമത്തെ ഒരു നാഴികക്കല്ല് ഐൻസ്റ്റൈൻ്റെ വർക്കാണ്. പിന്നെ ബോറിൻ്റെ അറ്റോമിക് ഓർബിറ്റൽ തിയറി, പ്ലാനറ്ററി സിസ്റ്റം പോലെയാണ് ഒരു ആറ്റം. ബോറിൻ്റെ ആ മോഡലിലൂടെയാണോ സ്പെക്ട്രം എക്സ്പ്ലെയിൻ? അതെ, അത് ബോറിൻ്റെ മോഡലിൽ കൂടെ ആണ് ആദ്യമായിട്ട് ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ 1918 ഐൻസ്റ്റൈൻ്റെ കുറച്ച് വർക്കുണ്ട്. അന്ന് അതൊക്കെ ക്വാണ്ടം മെക്കാനിക്സിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ലേസറിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് ഐൻസ്റ്റൈൻ ആ ഒരു വർക്കിൽ നിന്നാണ് ഐൻസ്റ്റൈൻ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. പിന്നെ 1923-24 ബോസിൻ്റെ വർക്ക്, അതിനെ തുടർന്ന് ഐൻസ്റ്റൈൻ്റെ ക്വാണ്ടം തിയറി ഓഫ് ഗ്യാസസ് എന്നുള്ള വർക്ക്. ഇതൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ. ഇത് ഒരു വലിയ സംശയമാണ്. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം പ്ലാങ്കിൻ്റെ വർക്ക് തൊട്ടാണ് ഈ ക്വാണ്ടം സ്വാഭാവികമായിട്ടും തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ 1925 അപ്പോൾ അതിലേക്കാണ് വരുന്നത് ഞാൻ. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി നോക്കിയാൽ അവിടെ അനിശ്ചിതത്വം, തരംഗ കണ ദ്വന്ദ്വ സ്വഭാവം അതൊന്നും കൃത്യം ഉണ്ട്. അതിൻ്റെയൊക്കെ ഘടകങ്ങളുണ്ട്. അതിനെപ്പറ്റി ആൾ സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ അത് വ്യക്തമായിരുന്നില്ല. ഇതിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി ഉണ്ട്. ഒപ്റ്റിക്സിൽ ലൈറ്റ് തരംഗമാണോ കണമാണോ എന്നുള്ള പഴയ ഒരു ഡിബേറ്റ് ന്യൂട്ടൺ മുതൽ ഉള്ളതാണ്. ന്യൂട്ടൺ ആ കണമാണെന്നുള്ള ഒരു വ്യൂ ആയിരുന്നു. പിന്നെയാണ് ഈ തരംഗമാണെന്ന് യങ്ങിൻ്റെ പ്രസിദ്ധമായ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് 2 സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറയും. 2 ബീം ഒപ്റ്റിക്കൽ ബീംസ് ഇൻ്റർഫിയർ ചെയ്യുക എന്നുള്ളൊരു പ്രതിഭാസം. പ്രകാശത്തിൻ്റെ കാര്യത്തിൽ ഈ പ്ലാങ്കിൻ്റെ വർക്കും ഐൻസ്റ്റൈൻ്റെ വർക്കും കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ദ്വന്ദ്വ സ്വഭാവം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി. അതായത് ലൈറ്റിൻ്റെ എല്ലാ ബിഹേവിയറിലും ഈ 2 സ്വഭാവവും എന്താ ചെയ്യുന്നതിന് അനുസരിച്ച് മാറി കാണാൻ പറ്റും. രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റുകയും ചെയ്യും, അല്ലെങ്കിൽ പ്രത്യേകം. അതിലൊരു സംശയമുണ്ട്. ഇപ്പോൾ ഒരേ സമയം പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും കാണാൻ പറ്റുമോ? അതോ പല സാഹചര്യം, ഒരു സമയത്ത് പാർട്ടിക്കിൾ നേച്ചർ, വേറൊരു സമയത്ത് വേവ് നേച്ചർ, ഏതാണ് കറക്റ്റ്? അങ്ങനെയില്ല. ഇത് രണ്ടും കൂടെ ഇല്ലെങ്കിൽ ഒന്നും ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല. ഓരോ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇത് രണ്ടും കൂടെ പറ്റുള്ളൂ. കാണാൻ സാധിക്കുക എന്ന് പറയുന്നതും അത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് രണ്ട് ചോദ്യങ്ങളാണ്. കാണാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഫിക്സ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സ്വഭാവമാണ് മറ്റേ സ്വഭാവം കാണിക്കുന്നില്ല എന്നുള്ളത്. അതിൽ പോലും അങ്ങനൊരു നമ്മൾ കാണുന്ന കാര്യം അങ്ങനെ തന്നെ കാണണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു സാധനത്തിന് മാത്രമേ ഇത് കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇത് വേർതിരിക്കാൻ പറ്റുകയില്ല. വേർതിരിക്കാനാവാത്ത ഒരു കണിക തരംഗ ദ്വന്ദ്വ സ്വഭാവം ലൈറ്റിനുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി. 1923 വളരെ റവല്യൂഷണറി ആയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ലൂയി ഡിബ്രോയി ഫ്രാൻസിൽ, ലൈറ്റിന് ഇങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്ററിനും ചിലപ്പോൾ ഇതുപോലെ തന്നെ സ്വഭാവം ഉണ്ടായേക്കാം. അതായത് എല്ലാം കണങ്ങൾക്കും, നമ്മൾ കണങ്ങളിൽ നിന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ, കണങ്ങൾ മാത്രമല്ല എന്ത് തരം മാറ്ററായാലും അതിനും ഒരു ദ്വന്ദ്വ സ്വഭാവം,
അത് കണികകളെല്ലാം തരംഗ സ്വഭാവം കാണിക്കുന്ന ഒരു പോസ്റ്റുലേറ്റ്. അതാണ് ഡി ബ്രോയിയുടെ അടിസ്ഥാന വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. ലൈറ്റിന് മാത്രമല്ല മാറ്ററിനും, സാധാരണ മാറ്റർ നമ്മൾ പദാർത്ഥം എന്ന് പറയുന്ന കണികൾക്കും ഇതുപോലെ ദ്വന്ദ്വ സ്വഭാവം ഉണ്ടെന്ന് ലൂയി ഡി ബ്രോയിയുടെ പോസ്റ്റുലേറ്റ്. അത് സീരിയസ് ആയിട്ട് എടുത്താണ് ഷ്രോഡിഞ്ചർ കരുതിയ പദാർത്ഥത്തിന് തരംഗ സ്വഭാവം ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഷ്രോഡിഞ്ചർ ചിന്തിച്ചത്. അത് വേറെ ആരും അങ്ങനെ ഒരു ലൈനിലേക്ക് ചിന്തിച്ചത് പോലുമില്ല. കാരണം അതേ സമയത്ത് തന്നെ 1925 ജർമ്മനിയിൽ ഗോട്ടിംഗൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ട്രഡീഷനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്സ് ഗ്രൂപ്പ്, മാക്സ് ബോൺ പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ്റെ കീഴിൽ പല ആളുകളും വർക്ക് ചെയ്തിരുന്നു. മാക്സ് ബോൺ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. രാമൻ്റെ പിന്നെ തുടരാൻ പറ്റിയില്ല. ആ മാക്സ് ബോണിൻ്റെ സ്റ്റുഡൻ്റായിട്ട് വർണർ ഹൈസൻബർഗ് ഉണ്ടായിരുന്നു. 25 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഇതുപോലെ ഈ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ചില പ്രത്യേകതകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചപ്പോൾ ഒരു നിയമം കണ്ടെത്തി. ഈ സ്പെക്ട്രൽ ലൈൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു നിയമം കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാം എന്ന് ഹൈസൻബർഗിന് മനസ്സിലായി. ആ ലോ, ഈ സ്പെക്ട്രൽ ലൈൻസിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ സ്വഭാവത്തിനുള്ള ഒരു നിയമം എഴുതിയപ്പോൾ അതൊരു 2 തരം ക്വാണ്ടിറ്റീസ്, എ ബി എന്ന് വിളിക്കുക. എ എന്ന് പറയുന്ന ഒരു തരം ക്വാണ്ടിറ്റി, ബി എന്ന് പറയുന്ന വേറൊരു തരം ക്വാണ്ടിറ്റി. ഇതെല്ലാം ഒരു സ്പെക്ട്രൽ ലൈനുമായിട്ട് ബന്ധമുള്ള ചില നമ്പേഴ്സിൻ്റെ മെട്രിക്സുകളാണ് ഈ എയും ബിയും എന്ന് പറയുന്നത്. ഈ എ ബി കൊണ്ട് ഗുണിക്കുന്നതും ബി ആദ്യം എ ബി എന്ന് പറയുന്നത് ബി എ എന്ന് പറയും. അതിൻ്റെ ഓർഡർ മാറ്റിക്കഴിഞ്ഞാൽ ഇത് രണ്ടും തുല്യമല്ല. നമ്മൾ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ എന്ന് പറയുമല്ലോ, അത് പറ്റുകയില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക തരം നിയമമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നാണ് ഹൈസൻബർഗ് പറഞ്ഞു വെച്ചത്. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ നിയമമാണ് ഒടുവിൽ ക്വാണ്ടം മെക്കാനിക്സിലെ എല്ലാ കാര്യങ്ങളും ഈ നിയമത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അവിടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഹൈസൻബർഗ് കൊണ്ടുവന്നത് നമ്മുടെ ഒരു ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസിൽ പഠിക്കുന്നതിലേക്ക് കൊണ്ടുവന്നു. മറ്റേത് അത് ഒരു ഭൗതികമായിട്ട് നിന്ന ഒരു കാര്യത്തെ. അതെ, അപ്പോൾ അത് ശരിക്കൊരു ക്രൂഷ്യലായിട്ടുള്ള വേർഡ് ഒബ്സർവബിൾ ക്വാണ്ടിറ്റി എന്നുള്ളത് തന്നെയാണ്. ഹൈസൻബർഗിൻ്റെ ലോജിക്ക് തന്നെ അതായിരുന്നു. അന്ന് വരെ ആളുകൾ വിചാരിച്ചിരുന്നത് ഇലക്ട്രോൺസിൻ്റെ പൊസിഷൻ എന്താണ്, ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി എന്താണ് ഈ ആറ്റത്തിനുള്ളിൽ, അത് മനസ്സിലാക്കിയാൽ ക്വാണ്ടം ഭൗതികം മനസ്സിലാവും എന്നാണ് അന്ന് വരെയുള്ള ആളുകൾ വിചാരിച്ചിരുന്നത്. കാരണം നമ്മുടെ മനസ്സിലെപ്പോഴും ഉള്ള ന്യൂട്ടോണിയൻ ഭൗതികത്തിൻ്റെ ബാക്കിയാണ്. ന്യൂട്ടോണിയൻ ഭൗതികത്തിൽ നമുക്ക് വേണ്ടത് പൊസിഷൻ, മൊമെൻറ്റം, വെലോസിറ്റി അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഹൈസൻബർഗ് നേരെ തിരിച്ചാണ് ആലോചിച്ചത്. നമുക്കൊന്നും കാണാൻ പറ്റുകയില്ല. എന്തൊക്കെ കാണാൻ പറ്റുന്നത്? ഈ ഫ്രീക്വൻസി, പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി നമുക്ക് കാണാൻ പറ്റും. എനർജി കാണുന്നുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, പിന്നെ അതിനോട് ബന്ധമുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഇതേ ഇലക്ട്രോൺസിൻ്റെ ഈ ഡൈനാമിക്സ് ഈ കാണാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിൻ്റെ അതിൽ എഴുതാൻ പറ്റുമെന്നാണ് ഹൈസൻബർഗ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ വേണമെങ്കിൽ ഈ നമ്പേഴ്സ് ഈ മെട്രിക്സ് ആയിട്ട് ഒരു നമ്പർ പോരാ, പല നമ്പേഴ്സ് വേണം. അതെല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു മാത്തമാറ്റിക്കൽ ഘടകമായിട്ട് അത് എഴുതണം. അതിന് മെട്രിക്സ് എന്ന് പറയുന്നത് കുറേ കോളംസും റോസും ആയിട്ട് ഇങ്ങനെ ഒരു സാധനം മാത്തമാറ്റിക്കലായിട്ട്. അത് മെട്രിക്സ് ആണെന്ന് പോലും ഹൈസൻബർഗിന് അറിയില്ലായിരുന്നു. എന്നാൽ മാക്സ് ബോൺ മനസ്സിലാക്കി ഇത് മെട്രിക്സ് ആണെന്നുള്ളത്. കാരണം കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് അത് പിന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതാണ് ക്വാണ്ടം മെക്കാനിക്സിന് 1925 തുടക്കം. അതൊരു ഒബ്സർവബിൾ ഇതിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇത് ചെയ്തപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയും വന്നു. മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്നല്ല, ഇപ്പോൾ എ ബി എന്ന് പറയുന്നതും മെക്കാനിക്സ് എന്തായാലും പറഞ്ഞേ പറ്റൂ. കാരണം ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ വേറൊരു സ്വഭാവമാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ്. നമ്മൾ നോക്കുന്നത് എന്താ? പദാർത്ഥത്തിൻ്റെ ചലന നിയമങ്ങൾ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പദാർത്ഥം എങ്ങനെ ചലന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ, അതിൽ നിന്ന് കുറച്ച് കൂടുമ്പോൾ പിന്നെ എന്താണ് അവസ്ഥ, സമയത്തിൻ്റെ പരിണാമങ്ങൾ, അതാണ് ഡൈനാമിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ചലനം എന്നും പറയാം. ചലനമാണ് നമ്മൾ കാണുന്ന ഒരു പരിണാമം എന്ന് പറയുന്നത്. ഇത് അപ്പോൾ സമയം വർദ്ധിക്കുമ്പോൾ
പദാർത്ഥത്തിൻ്റെ അവസ്ഥ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഡൈനാമിക്സ്. പൊസിഷൻ. അപ്പോൾ മെക്കാനിക്സ് എന്നുള്ള ഒരു ശാഖയുടെ വിഷയങ്ങളാണ് ഇതെല്ലാം. അപ്പം ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ല, വേറൊരു തരം മെക്കാനിക്സാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പേര് വന്നതേ ഉള്ളൂ. ക്വാണ്ടം ഡൈനാമിക്സ് എന്നും പറയാം. അതിൻ്റെ അടിസ്ഥാന നിയമത്തിൽ ആദ്യം വന്നത് ഹൈസൻബർഗിൻ്റെ ഇതാണ്. പക്ഷേ ഇതിൽ ഈ ഹൈസൻബർഗ് ചിന്തിച്ച ആ രീതിയിൽ തരംഗം കാണാം അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊന്നുമില്ല. ഇലക്ട്രോൺ പോലും ഇല്ല അവിടെ. ഇതൊന്നും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലായിരുന്നു. പക്ഷേ അതിൻ്റെ ഹൈസൻബർഗിൻ്റെ ആ ഫോർമുലേഷനിൽ ഒരു പ്രത്യേകത വന്നത്, ഈ അഥവാ നമ്മൾ പൊസിഷൻ, വെലോസിറ്റി അങ്ങനെയുള്ള ഇതിനെ മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇതിനെ നോക്കിയാൽ ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റുകയില്ലെന്നുള്ളത്. അതായത് പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി അങ്ങനെയുള്ള പ്രത്യേകത ആ ക്വാണ്ടിറ്റീസ് നോക്കിയാൽ അതിന് കൃത്യമായൊരു വാല്യൂ ഇല്ല. അതൊരു പലതരം വാല്യൂകൾ ഉണ്ട്. ഒരു അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം ഉണ്ട് ഈ ക്വാണ്ടിറ്റീസിൽ. അത് നമുക്ക് പറയാൻ പറ്റില്ല ഈ പാർട്ടിക്കിളിന് കൃത്യമായിട്ട് ഇത്ര പൊസിഷൻ, ഇത്ര വെലോസിറ്റി. ഇത്ര പൊസിഷൻ എന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ പിന്നെ വെലോസിറ്റിയെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത്ര വെലോസിറ്റി എന്ന് കൃത്യമായിട്ട് പറയുമെങ്കിൽ പിന്നെ പൊസിഷനെ പറ്റി കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇതിനാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഹൈസൻബർഗിൻ്റെ ഈ ഒരൊറ്റ നിയമത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ക്വാണ്ടം അൺസർട്ടനിറ്റി, ക്വാണ്ടം മെക്കാനിക്സിലെ അടിസ്ഥാനം, അതായത് അതിൻ്റെ ഇൻട്രൻസിക് ആയിട്ടുള്ള എന്തോ ഒരു അനിശ്ചിതത്വം അൺസർട്ടനിറ്റി ആദ്യമായിട്ട് വരുന്നത് ഹൈസൻബർഗിൻ്റെ വർക്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സെ പറ്റി ചിലർ സംസാരിക്കുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്ന അനിശ്ചിതത്വം. അതൊന്നും പറയാൻ പറ്റില്ല എന്ന് ആളുകൾ പറയും. അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ അനിശ്ചിതത്വത്തിന് ഒരു പ്രത്യേക വളരെ ചെറിയൊരു അളവിലുള്ള അനിശ്ചിതത്വമാണ് ക്വാണ്ടം മെക്കാനിക്സിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനം ഈ പ്ലാങ്കിൻ്റെ കോൺസ്റ്റൻ്റാണ്. അതായത് പൊസിഷൻ, മൊമെൻറ്റം, ഈ രണ്ട് പ്രത്യേകതകൾ മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസ് എടുത്താൽ ഇതിൻ്റെ അനിശ്ചിതത്വം, പൊസിഷനിലുള്ള അനിശ്ചിതത്വം, വെലോസിറ്റിയിലുള്ള അനിശ്ചിതത്വം, ഇതിൻ്റെ പ്രോഡക്റ്റ് ഇത് തമ്മിൽ ഗുണിച്ചാൽ അത് അതിൻ്റെ ഏതാണ്ട് ഒരളവ് പ്ലാങ്കിൻ്റെ ആ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് നിയമം. അതിൽ കൂടുതൽ അനിശ്ചിതത്വമൊന്നുമില്ല ക്വാണ്ടം മെക്കാനിക്സിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചില ഫിനോമിന നോക്കുമ്പോൾ ഇത് വളരെ വലുതാണെന്ന് തോന്നും. പക്ഷേ നമ്മുടെ ഡെയിലി കാര്യങ്ങളിൽ ഈ അനിശ്ചിതത്വം വളരെ കാണാൻ പറ്റാത്ത തരത്തിൽ ചെറുതാണ്. അപ്പോൾ അതാണ് ഒരു ഭാഗം. 1925 പിന്നെ വന്നത് വേറൊരു ലൈൻ ഓഫ് തിങ്കിങ് ആണ്. അതായത് ഡി ബ്രോഗ്ലിയുടെ ഈ തരംഗ കണ ദ്വന്ദ്വ സ്വഭാവം, ആ പോസ്റ്റുലേറ്റ് ഉണ്ട്. ആ പോസ്റ്റുലേറ്റ് സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഷ്രോഡിഞ്ചർ മാത്രമാണ്. ഐൻസ്റ്റൈൻ ആണ് ഐൻസ്റ്റൈൻ അതിനെപ്പറ്റി പലരോടും സംസാരിച്ചിട്ടുണ്ട്, നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ അതിനെ പർസ്യൂ ചെയ്യാനൊന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഷ്രോഡിഞ്ചർ ഈ നിയമം എടുത്തിട്ട് ഈ തരംഗ സ്വഭാവത്തിൽ ഫോക്കസ് ചെയ്തിട്ട് തരംഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇക്വേഷൻസ് ഉണ്ട്. വേവ് ഇക്വേഷൻ എന്ന് സാറിന് പറയുന്ന, ഇപ്പോൾ സൗണ്ട് വേവ്സ് ആണെങ്കിലും എന്ത് തരം വേവ്സ് ആണെങ്കിലും, ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൽ വരുന്ന വൈബ്രേഷൻസ്, അതിനൊരു തരംഗ ഇക്വേഷനുണ്ട്, വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതേ ഇക്വേഷൻ ഷ്രോഡിഞ്ചർ ഇതിന് അപ്ലൈ ചെയ്തു. കണികകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെ വിഭജിക്കാൻ പറ്റില്ല. കണികളെ വിഭജിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ, അല്ല അര ഇലക്ട്രോൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല നമുക്ക്. എന്നാൽ ഒരു തരംഗം എന്ന് പറയുമ്പോൾ ഏത് രീതി വേണമെങ്കിലും അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ള പദാർത്ഥ തരംഗം എന്നുള്ള ഒരു വാക്ക്, ഒരു ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻ ഉണ്ട് കൺസെപ്റ്റിൽ. എന്നാലും ഷ്രോഡിഞ്ചർ ഇത് സീരിയസ് ആയിട്ട് എടുത്ത് ഇതിനൊരു ഇക്വേഷൻ എഴുതി. പക്ഷേ ആ ഇക്വേഷൻ എഴുതി പദാർത്ഥത്തിൻ്റെ ചില സ്വഭാവങ്ങൾ, പദാർത്ഥത്തിൻ്റെ എനർജിയും മൊമെൻറ്റുമായിട്ടുള്ള റിലേഷൻ ഉണ്ട്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ പിന്നെ വന്ന കാര്യങ്ങൾ വളരെ സർപ്രൈസിങ് ആയിരുന്നു. അത് പെട്ടെന്ന് മനസ്സിലായി. ഈ ബോറിൻ്റെ സ്പെക്ട്രം, ബോറിൻ്റെ എനർജി ലെവലും ഹൈഡ്രജൻ്റെ സ്പെക്ട്രവും എല്ലാം ഇതിൽ നിന്ന് പെട്ടെന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റി ഷ്രോഡിഞ്ചറിന്. അപ്പോൾ ഇത് ശരിയായ ഒരു പാത്താണെന്ന് നമുക്കപ്പം തന്നെ മനസ്സിലാവും. അതായത് ഹൈസൻബർഗിനും ഡിറൈവ് ചെയ്യാൻ പറ്റിയെന്നല്ലേ പറയുന്നത്. ഹൈസൻബർഗ് ഈ ഡാറ്റ ഉപയോഗിച്ച് നിയമം എഴുതി. ഡിറൈവ് ചെയ്യുന്നതിന് പകരം ഈ ഒബ്സർവേഷണൽ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ നിയമത്തിലേക്ക് എത്തിയത്. ഷ്രോഡിഞ്ചറിൻ്റെ പാത്തെന്ന് പറയുന്നത് നേരെ തിരിഞ്ഞായിരുന്നു. അതായത് ഈ
പദാർത്ഥ തരംഗം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു ഇക്വേഷൻ എഴുതി അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഈ സ്പെക്ട്രം ഡിറൈവ് ചെയ്തു എന്നുള്ളതാണ്. അതിപ്പോൾ വളരെ രണ്ടുപേരും ഓപ്പോസിറ്റ് രണ്ട് തരമാണെന്ന് തോന്നും, പക്ഷെ രണ്ടും ഒരേ തരം കാര്യങ്ങളാണ് പറയുന്നത് ഒടുവിൽ. കാരണം നിയമം ഡിഫറെന്റ് പാത്തിലൂടെ ഒരേ കാര്യത്തിൽ എത്തി എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഷ്രോഡിഞ്ചറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ പറയുന്നു. ഒന്ന്, സ്പെക്ട്രം കണ്ടെത്താനുള്ള ഒരു മാർഗമായിട്ട് ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷേ അതിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. വേവ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പദാർത്ഥ തരംഗം എന്ന് പറയുന്നത് ഇതിനൊരു റെപ്രസെൻറ്റേഷൻ വേണമല്ലോ. ഇപ്പം ഫിസിക്സിൽ എന്ത് തരം ഫിസിക്സ് ചെയ്യുമ്പോഴും നമുക്ക് ഫിസിക്കലായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഫിസിക്കലായിട്ട് നമ്മൾ ഇക്വേഷൻസൊക്കെ എഴുതി പഠിക്കണമെങ്കിൽ ആ വെള്ളം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം മാത്തമാറ്റിക്കലായിട്ട്. ഒരു ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്? സാറിന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ഫ്ലൂയിഡുണ്ട്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റി, ഒരു ചെറിയ വോളിയത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി, അങ്ങനെയുള്ള പ്രഷർ, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസാണ് അതിന് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ. അതുപോലെ ഈ പദാർത്ഥ തരംഗം എന്നുള്ളൊരു സാധനം, അതിനെപ്പറ്റി നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യണം. അത് റെപ്രസെൻ്റ് ചെയ്യാനാണ് ഷ്രോഡിഞ്ചർ വേവ് ഫംഗ്ഷൻ എന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചത്. ഒരു ചരടിലുള്ള വൈബ്രേഷൻസ് അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഈ വൈബ്രേഷൻ്റെ അളവ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആദ്യം. അതിങ്ങനെ ഒരു തരംഗം പോലെ കാണുന്നു, അതിൻ്റെ എത്ര പൊക്കത്തിലാണ് ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെയുള്ള ഒരു സാധനമാണ് ഈ വേവ് ഫംഗ്ഷൻ. ആ തരംഗത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഈ വേവ് ഫംഗ്ഷൻ എന്ന് ഷ്രോഡിഞ്ചറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം. അതിന് ഇക്വേഷൻ എഴുതി, കാര്യങ്ങളെല്ലാം ശരി, സ്പെക്ട്രം കണ്ടു. ആ തരംഗം ഈ സമയം മാറുമ്പോൾ ഈ തരംഗം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, ഈ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഇക്വേഷൻ. ഇപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമം എന്ന് പറഞ്ഞാൽ F=m എന്ന് നമ്മൾ പറയുന്ന പോലെ അത്രയും അതിൻ്റെ റോളാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷന് ഉള്ളത്. പക്ഷേ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമത്തിൽ പറയുന്നത് ഈ പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും ടൈമിനനുസരിച്ച്, ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ടൈം മാറുമ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഈ സമയം പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഈ പദാർത്ഥ തരംഗത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. പക്ഷേ ആ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിലെ എല്ലാ കാര്യങ്ങളും വേറൊന്നും ആവശ്യമില്ല. ഇപ്പോഴുള്ള നമ്മൾ ആ പദാർത്ഥ തരംഗത്തിൻ്റെ സ്വഭാവം ഈ സമയം ഇന്ന സമയത്ത് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ സമയത്തുള്ള പദാർത്ഥ തരംഗത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വഴി പ്രെഡിക്റ്റ് ചെയ്യാം. അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ പൊസിഷൻ മൊമെന്റ് അറിയാമെങ്കിൽ നമുക്ക് പോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ വേവ് ഫംഗ്ഷൻ ഇപ്പോഴുള്ള വേവ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ എപ്പോഴുള്ള വേവ് ഫംഗ്ഷനും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡും പിന്നെ തരംഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മാത്രം പോരാ, വേറൊരു ക്വാണ്ടിറ്റിയും കൊണ്ടുണ്ട്, ഫേസ് എന്ന് പറയും. തരംഗം എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു സാധനം. ഇപ്പോൾ കണിക എന്ന് പറയുന്ന ഒരു പൊസിഷൻ നമുക്കൊരു നമ്പറായിട്ട് പറയാം. തരംഗത്തിന് അങ്ങനെ ഒരു പൊസിഷൻ പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ്, വേറൊരിടത്ത് വേറൊരു ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ അതിനാണ് ഫേസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ പറയണം. അപ്പോൾ ഇവിടെ പൊസിഷൻ മൊമെന്റം അല്ലെ എനർജി ആൻഡ് ടൈം എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ വേരിയബിൾസ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ്. അപ്പോൾ ഇത് രണ്ടും അറിയാമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിലെ ആംപ്ലിറ്റ്യൂഡും ഫേസും അറിയാമെങ്കിൽ നമുക്ക് എവിടെ വേണേലും വേവ് ഫംഗ്ഷൻ. പക്ഷേ അത് ശരിയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഡെറ്റർമിനിസം വരികയാണ്. അത്രയുള്ളൊരു ഡെറ്റർമിനിസം നമ്മൾ ഇതിനിടയ്ക്ക് നോക്കിയാൽ എത്ര ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് എന്ന് ഈ തരംഗത്തിന് നോക്കിയാൽ അതെല്ലാം കൂടെ പിന്നെയും രണ്ടാമത് നമ്മൾ 0 നിന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അവിടെയാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വരുന്നത്. അതായത് തരംഗത്തിന് നമ്മൾ ഒബ്സർവ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഈ തരംഗം എത്രയുണ്ട് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, എവിടെയാണ് ഇതിൻ്റെ ഫേസ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ക്വാണ്ടിറ്റീസ്, ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ തരംഗത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല. തരംഗത്തിൽ നിന്നുള്ള
നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രം. എനർജി, മൊമെൻറ്റം, അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. തരംഗത്തിന് നമ്മൾ കാണുന്നില്ല, തരംഗം തിയറിയിലേ ഉള്ളൂ. പക്ഷേ ഈ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമ്മൾ കാണണം എന്ന് തീരുമാനിച്ച് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ തരംഗം കൊളാപ്സ് ചെയ്യും. ആ തരംഗം അതോടുകൂടി തീർന്നു. പിന്നെ രണ്ടാമത് നമ്മൾ പുതിയ ഒരു തരംഗം, നമ്മൾ ഒബ്സർവ് ചെയ്ത സ്വഭാവങ്ങളുള്ള ഒരു തരംഗത്തിൽ നിന്ന് വീണ്ടും തുടങ്ങണം. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സൈക്ക് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, സൈ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കൺസെപ്റ്റിലായിട്ട് നോക്കിയാൽ ഷ്രോഡിംഗർ ഇക്വേഷനാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അത് ആ ഇക്വേഷൻ പറയുന്നത് ഒരു പദാർത്ഥ തരംഗത്തിൻ്റെ ചില സ്വഭാവങ്ങളാണ്, അതിങ്ങനെ ടൈമിൽ ഇവോൾവ് ചെയ്യുന്നു. പക്ഷേ ഈ പദാർത്ഥ തരംഗം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, അതെന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈ എനർജി, മൊമെൻറ്റം, സ്പിൻ, എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒബ്സർവ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വേവ് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിച്ച്. പക്ഷേ സൈ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. സൈ എന്താണെന്ന് പോലും അറിയില്ല. മെഷർ ചെയ്യുന്ന കാര്യം പോട്ടെ, അതെന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് മാക്സ് ബോണിൻ്റെ ഒരു ഹൈപ്പോത്തസിസ് വന്നത്. ശരി, സൈ നമുക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ സൈ സ്ക്വയർ, അതിനെ സ്ക്വയർ ചെയ്താൽ അത് ആണ് ഈ എനർജി അല്ലെങ്കിൽ മൊമെൻറ്റം അല്ലെങ്കിൽ വേറെ എന്ത് ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ആ ഒരു വാല്യൂ കാണാനുള്ള പ്രോബബിലിറ്റി, ലൈക്ലിഹുഡ്, അത് അവിടെയാണ് അൺസർട്ടനിറ്റി. അത് ഒരു ഈ ക്വാണ്ടൈസേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ സ്പെക്ട്രം പോലെ തന്നെ ഒരു എലമെൻറ്റ് ചൂടാക്കിയാൽ അതിൽ നിന്ന് ഒരു സ്പെക്ട്രൽ ലൈനല്ല വരുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ പല സ്പെക്ട്രം വരും, നീല, ചുവപ്പ്, മഞ്ഞ, ആ കളറുകളെല്ലാം വരും. പക്ഷേ ഇത് ഓരോന്നും വരാൻ ഇതെല്ലാം ഒരുമിച്ചാണ് വരുന്നത്. പ്രകാശത്തിൻ്റെ കണങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ ചുവപ്പ് ലൈനിൽ നിന്ന് ഇത്ര കണങ്ങൾ വരുന്നു, മഞ്ഞ ലൈനിൽ നിന്ന് ഇത്ര കണങ്ങൾ വരുന്നു, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊക്കെ അൺസർട്ടനിറ്റി ഒരു അംശം അതിലെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്ര കണങ്ങൾ വരാൻ ഒരു സാധ്യതയുണ്ട്. ഒരു ആവറേജ് ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള എല്ലാം ഷ്രോഡിംഗർ ഇക്വേഷനിലും അടങ്ങിയിട്ടുണ്ട്. കാരണം ഈ പദാർത്ഥ തരംഗം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അതിൻ്റെ സ്ക്വയറിന് മാത്രമേ ഈ ലൈക്ലിഹുഡ്, പ്രോബബിലിറ്റി ആയിട്ടുള്ള സംഭാവ്യത നിയമങ്ങളുമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ളൂ. അതുകൊണ്ട് പദാർത്ഥ തരംഗം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഭൗതിക സ്വഭാവം, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണെന്ന് ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് ഫെയ്ൻമാൻ പറഞ്ഞത്, ഐ ക്യാൻ സേഫ്ലി സേ ദാറ്റ് നോബഡി അണ്ടർസ്റ്റാൻഡ്സ് ക്വാണ്ടം മെക്കാനിക്സ്. 1964 പറഞ്ഞാണ് ഒരു ടോക്കിൽ. അത് സത്യമായിട്ട് പറഞ്ഞതാണ്. കാരണം 1925 ഷ്രോഡിംഗർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് പദാർത്ഥ തരംഗം. പിന്നെ ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ ഷ്രോഡിംഗറിന് തന്നെ മനസ്സിലായി ഇത് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. കാരണം അത് കൺസിസ്റ്റൻ്റായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ പദാർത്ഥ തരംഗം എന്ന് പറയുന്നത് തന്നെ ഒരു കോൺട്രഡിക്ടറി രണ്ട് കൺസെപ്റ്റുകൾ ഒരുമിച്ച് വെച്ചൊരു കാര്യമാണ്. അത് ആളുകൾക്ക് മനസ്സിലായി ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയില്ല, വേറെന്തോ ആണ്. മാക്സ് ബോണിൻ്റെ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ് ഇന്ന് ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈ സ്ക്വയർഡ് നമ്മൾ എങ്ങനെ? സൈ സ്ക്വയർഡ് പ്രോബബിലിറ്റി ആണ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണെന്ന് അത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മൾ അപ്പോൾ അതാണ് കാര്യം. ഇന്നത്തെ ക്വാണ്ടം മെക്കാനിക്സ്, ഇന്ന് നമുക്കറിയുന്ന ക്വാണ്ടം മെക്കാനിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് പാർട്ടിക്കിളിന് ഇന്ന പൊസിഷൻ ഉണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ടിക്കിളിന് ഇന്ന പൊസിഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതേ വളരെ കൃത്യമായിട്ട് ഈ ഷ്രോഡിംഗർ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സാധ്യതയെല്ലാം നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റും. പക്ഷേ ഒന്നും ഇത്രയാണ്, ഇന്ന വാല്യൂ ആണ് കാണാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു മാറ്റാൻ പറ്റാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയി ക്വാണ്ടം മെക്കാനിക്സിനെ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണം ചരിത്രപരമായ കുറേ സംവാദങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടല്ലോ. ഇപ്പം ബോർ ഐൻസ്റ്റീൻ കോൺസെപ്റ്റ് ഭയങ്കര പ്രശസ്തമാണ്. ദൈവം പ്രകൃതിയോട്
ചതുരംഗം കളിക്കില്ല, ബോർ തിരിച്ചു ചോദിക്കുന്ന മറുപടി. പിന്നീട് ഈ ഡേവിഡ് ബോമും പിന്നെ ഈ ഹിഡൻ വേരിയബിൾ കോൺസെപ്റ്റ്, അങ്ങനെ കുറേ സംവാദങ്ങളുണ്ടല്ലോ. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഹൈസൻബർഗിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ അത് ഇക്വേഷൻസ് ഉണ്ട്, അതിന് ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്നും കാര്യമായിട്ടില്ല. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ട്, ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഫോളോ ചെയ്താൽ ഈ ആവറേജ് വാല്യൂ, അതിൻ്റെ വ്യതിയാനങ്ങൾ എത്ര എന്ന് കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ എനർജി മെഷർമെൻറ്റിൽ എനർജിയുടെ ആവറേജ് വാല്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ ഹൈസൻബർഗിൻ്റെ ഇക്വേഷൻ വെച്ച് കൃത്യമായിട്ടൊരു ഉത്തരം പറയാം. എനർജിയുടെ ആവറേജ് വാല്യൂ എത്രത്തോളം വ്യതിയാനം ഉണ്ടാവാം, അതും ഹൈസൻബർഗിൻ്റെ ഇക്വേഷൻസ് തരും. ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്നുമില്ല. പക്ഷേ ഫിസിക്സിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഉള്ള കാരണങ്ങളും, ഗ്രാവിറ്റി, സൂര്യന് ചുറ്റും കറങ്ങുന്നതിൻ്റെ കാരണമായിട്ടാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റും. ഒരു ഫോഴ്സാണ്, ഇതാണ്, അതാണ് പറയാൻ പറ്റും. ഹൈസൻബർഗിൻ്റെ ഇക്വേഷൻസ് നോക്കിയാൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇല്ല. ഫിസിക്കലായിട്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്നും പറയാനില്ല. പക്ഷേ ഷ്രോഡിംഗറിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ അതൊരു ഫിസിക്കലായിട്ടൊരു ഇൻ്റർപ്രിട്ടേഷൻ പോസിബിളാണ്. അതായത് നമ്മൾ പറയും പദാർത്ഥ തരംഗമാണ് ഇതിൻ്റെ പുറകിൽ. അതാണ് ആളുകളുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പദാർത്ഥത്തിന് കണികാ സ്വഭാവമുണ്ട്, തരംഗ സ്വഭാവമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് എന്തോ ഒരു സാധനമാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഐൻസ്റ്റൈൻ, ബോർ അങ്ങനെയുള്ളവർ ആ ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, എന്താണ് ഈ അൺസർട്ടനിറ്റിക്ക് കാരണം, എന്തുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ന്യൂട്ടണിയൻ മെക്കാനിക്സിൽ ഉള്ള പോലെയുള്ള ഡിറ്റർമിനിസം ഇല്ലാത്തത്. ഇത് ഈ ഇൻഡിറ്റർമിനിസം ഉള്ള ഒരു സ്വഭാവം, ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള അൺസർട്ടനിറ്റി, അത് മാറ്റാൻ പറ്റുന്നതാണോ അതോ ഇറഡ്യൂസിബിൾ ആണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ ഒരു കൺവിക്ഷൻ എന്താണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി പ്രകൃതിയിൽ കാര്യകാരണ ബന്ധം ഉണ്ടാവണം. ഫിസിക്സിലെ ഓരോ ആക്ഷൻ്റെയും അതിൻ്റെ ഫലം വേറൊരു സ്ഥലത്തെത്താൻ കുറച്ച് സമയം ആവശ്യമുണ്ട്. ഒന്നും ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഞാനിവിടെ ചെയ്യുന്ന ഒരു കാര്യം ടെലിപ്പതി പോലെ വേറൊരു സ്ഥലത്ത് എത്താൻ പാടില്ല. അങ്ങനെയുള്ള ചില അടിസ്ഥാന നിയമങ്ങളുണ്ട് ഫിസിക്സിൽ. അതിൻ്റെ ബേസിസിലാണ് ഫിസിക്സ് എന്നുള്ളൊരു ശാഖ തന്നെ നിലനിൽക്കുന്നത്. റാഷണാലിറ്റി, ലോജിക്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. റാഷണൽ ലോജിക് എന്ന് പറയാം. ഇതൊന്നും ഇല്ലാത്തൊരു ഫിനോമിനൻ ഉണ്ടാകാൻ പാടില്ല ഐൻസ്റ്റൈൻ്റെ വ്യൂവിൽ. ഇപ്പോൾ നമ്മളൊരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. എവിടെയെങ്കിലും ഒരു സ്പേസിൽ പാർട്ടിക്കിൾ ഒരു പൊസിഷനിലാണ് എന്നാണ് നമ്മുടെ ഒരു ധാരണ. ക്വാണ്ടം മെക്കാനിക്സിൽ അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊന്നും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഐൻസ്റ്റൈൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എല്ലാ ഡിബേറ്റിൻ്റെ സ്വഭാവം ഈ വേവ് ഫങ്ഷൻ എന്നുള്ളതിൻ്റെ എന്താണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, അതെന്താണ് ഫിസിക്കലി എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. അത് ആർക്കും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഫെയ്ൻമാൻ ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു, ഞാൻ നിന്നിരുന്ന അടിത്തറ, ഫൗണ്ടേഷൻ ആരോ വലിച്ചു മാറ്റിയ പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്കിതുമായിട്ട് ഈ തിയറിയായിട്ട് ഒരിക്കലും റിക്കൺസൈൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കമൻസാണ് വരുന്നത്. ഐൻസ്റ്റൈൻ ഗോഡ് ഡസൻ പ്ലേ ഡൈസ് എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും അതല്ല പ്രധാനം. അൺസർട്ടനിറ്റി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ കാരണം അറിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി വിഷമിക്കേണ്ടി വരില്ല. ഒരു ന്യൂട്ടണും ഫിസിക്സിൽ ഇത്ര പരിചിതമായ ഡിറ്റർമിനിസം എവിടെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള മറ്റ് ചില കാര്യങ്ങളും കൂടെ മനസ്സിലായേ പറ്റുള്ളൂ. അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. സമയം കൂടും തോറും കൂടുതൽ അത് പുറകിലേക്ക് പോകുന്ന പോലെയാണ് തോന്നുന്നത്, കൂടുതൽ മറഞ്ഞിരിക്കുന്ന പോലെ. കാരണം ഇതിനെപ്പറ്റി കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്ന പയനിയേഴ്സെല്ലാം മരിച്ചുപോയി. നമുക്ക് മനസ്സിലായിട്ടില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ആളുകൾക്ക് എന്തും പറയാം. കൂടുതൽ ആളുകൾ കൂടുതൽ അബദ്ധങ്ങൾ പറയുമ്പോൾ ഈ സത്യം എന്താണെന്നുള്ള മറഞ്ഞു പോവുക. അപ്പോൾ ഇതിലെ പ്രൊഫസറുടെ നിരീക്ഷണം? അപ്പോൾ ഞാനിതിനെപ്പറ്റി ഒരു 10-25 കൊല്ലമായിട്ട് ചിന്തിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു വിശ്വാസം, ഫിസിക്സ് പോലെ ഒരു സബ്ജക്റ്റിൽ മറഞ്ഞിരിക്കേണ്ട ഒന്നുമില്ല. ഹിഡൻ വേരിയബിൾ ഇല്ല. ഹിഡൻ വേരിയബിളിന് നമ്മൾ മനസ്സിലാവാത്തത് തന്നെയാണ് നമ്മൾ ഹിഡൻ വേരിയബിൾസ്
ഡാർക്ക് എനർജി, ഡാർക്കെന്നും ഇടെന്നും ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. പക്ഷേ അതിനെപ്പറ്റി ഫോക്കസ്ഡായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണം കണ്ടെത്തണം. ആ കാരണം കണ്ടെത്തിയില്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഫെയിലിയറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ എൻ്റെ കൺവിക്ഷൻ എന്തായിരുന്നു, ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള തിയറി പൂർണ്ണമല്ല. ഐൻസ്റ്റൈൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പുറകിൽ വേറൊരു കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള വേറൊരു തിയറിയുണ്ട്. ഐൻസ്റ്റൈൻ പറഞ്ഞതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഇത്രയേ ഉള്ളൂ. ഐൻസ്റ്റൈൻ പറഞ്ഞത് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനും നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്ന ഈ സാധനവും ഒരു സിംഗിൾ സിസ്റ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷനേ അല്ല, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. ഒരു സെറ്റ് ഓഫ് സിസ്റ്റംസ്, ഒന്നല്ല, ഒരു 100 എണ്ണം നമ്മൾ ഒബ്സർവ് ചെയ്തു, അതെല്ലാം കൂടെ ചേർത്ത് വെച്ച ഒരു എൻസംബിൾ, അതിൻ്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷനും അതിൻ്റെ വേവ് ഫംഗ്ഷനും. ഈ സിംഗിൾ സിസ്റ്റം ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ന്യൂട്ടൻ്റെ നിയമം സിംഗിൾ സിസ്റ്റം ഡിസ്ക്രിപ്ഷനാണ്. ഒരു കണം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. 1000 കണങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉണ്ട് നമുക്ക്. ന്യൂട്ടൻ്റെ നിയമത്തിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് വരാം നമുക്ക്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് ന്യൂട്ടൻ്റെ നിയമത്തിലേക്ക് അങ്ങനെ ഒരു പാത്തില്ല. അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞത് ക്വാണ്ടം മെക്കാനിക്സ്, നമുക്ക് ഇന്നറിയുന്ന ക്വാണ്ടം മെക്കാനിക്സ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഹൈസൻബർഗ് ഇക്വേഷൻ, അതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സാണ്. ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഒരു പുതിയ തിയറി, ഈ സിംഗിൾ സിസ്റ്റം ഡിസ്ക്രിപ്ഷൻ. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഓരോ പാർട്ടുകളും എങ്ങനെയാണ് ഈ ഇൻ്റർഫിയറൻസ് കാണിക്കുന്നത്, 2 പാർട്ടുകളുടെ കൊറിലേഷൻ വളരെ അകലെയാണെങ്കിൽ പോലും അവർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നും. അതിന് പല കാര്യങ്ങളും നമ്മളിപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാവും ഒരു കാലത്ത്. പക്ഷേ ആ തിയറി ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ആ തിയറി എനിക്കറിയാം. ഇപ്പോൾ എനിക്കറിയാം എന്താണ് കൃത്യമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പുറകിൽ. പദാർത്ഥ തരംഗം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇതെല്ലാം ഈ ഡിബേറ്റുകളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടും ഒക്കെ വന്നത്. ആ കൺസെപ്റ്റാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. പദാർത്ഥ തരംഗം എന്നൊരു സാധനമില്ല. പദാർത്ഥവും തരംഗവും വേറെ വേറെയാണ്. അപ്പോൾ ആളുകൾ വലിയ സ്റ്റേറ്റ്മെന്റ് അല്ലേ, കാരണം വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഇല്ല എന്നുള്ളത്. ഡ്യുവാലിറ്റി ഉണ്ട്. ഡ്യുവാലിറ്റി പദാർത്ഥത്തിനല്ല കണികാ സ്വഭാവം ഉള്ളത്. പദാർത്ഥത്തിൻ്റെ ഡൈനാമിക്സിനാണ് കണികാ സ്വഭാവം ഉള്ളത്. ആ വ്യത്യാസം ഒന്ന് നോക്കൂ. നമുക്കങ്ങനെ സെപ്പറേഷൻ സാധ്യമാണ്. നമ്മൾ യൂണിവേഴ്സിനെ ഒരു ഹോളായിട്ട് ചിന്തിക്കുമ്പോൾ മോഷൻ ഇല്ലാത്ത ഒന്നുമില്ലല്ലോ. ശരിയാണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ കണിക, പക്ഷേ ഞാൻ പറയുന്നത് കണിക എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എൻറ്റിറ്റി, അതിൻ്റെ ഡൈനാമിക്സ് എന്ന് പറയുന്നത് വേറൊരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. അത്രയും മതി. ആ ഡൈനാമിക്സിനാണ് തരംഗ സ്വഭാവം, കണികയ്ക്കല്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി. കുറച്ച് പുറകിലേക്ക് പോയാൽ, കുറച്ച് പോരാ 200 വർഷം പുറകിലേക്ക് പോയാൽ ഹാമിൽട്ടൺ, വില്യം റോവാൻ ഹാമിൽട്ടൺ അയർലൻഡിലെ മാത്തമാറ്റിക്കൽ ഫിസിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം അന്ന് തന്നെ ഡൈനാമിക്സിന് തരംഗ സ്വഭാവം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചിരുന്നു. ശരിക്കും ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു വേർഷനുണ്ട്, ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേഷനറി ആക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. അതായത് ഈ പ്രകാശത്തിൻ്റെ ഈ റിഫ്രാക്ഷൻ പോലുള്ള ഇത് നമ്മൾ പറയും പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. പ്രകാശം എടുക്കുന്ന പാത്ത് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സമയം, ലീസ്റ്റ് ടൈം, പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം പറ്റുന്നതാണെന്ന് പറയും. ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ജനറലൈസേഷനാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേഷനറി ആക്ഷൻ എന്ന് പറയുന്നത്, ലീസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് ആണ് ഹാമിൽട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. ഈ ആക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയില്ല, പക്ഷേ ആക്ഷൻ്റെ സ്പേസിലുള്ള ഗ്രേഡിയൻറ്റ്, വ്യതിയാനം, അതിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഈ ആക്ഷൻ്റെ തന്നെ സമയത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, സമയം മാറുമ്പോൾ ഈ ആക്ഷൻ എങ്ങനെ എത്ര ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എനർജി ഉള്ള ക്വാണ്ടിറ്റി ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ആക്ഷനിൽ നിന്ന് തുടങ്ങിയാൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ എല്ലാ റിസൾട്ടുകളും ഡിറൈവ് ചെയ്യാം.
ആക്ഷൻ മാത്രം മതി. അതിനാണ് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതായത് പ്ലാനറ്റ് ആയാലും ലൈറ്റ് ആയാലും വേറെ എന്താണെങ്കിലും അതിൻ്റെ ഡൈനാമിക്സ് കൺട്രോൾ ചെയ്യുന്നത് ഈ ആക്ഷൻ ഏറ്റവും കുറഞ്ഞ ഒരു പാത്തിൽ കൂടെയാണ് ഇത് പോകുന്നത്. അത് ഈ ഒരു പ്രിൻസിപ്പിൾ മാത്രമാണ് ഫിസിക്സിലെ എല്ലാ പ്രതിഭാസങ്ങളെയും ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഇന്ന്. ഏത് വേണം എടുത്തു, ഗ്രാവിറ്റി, ഇലക്ട്രോഡൈനാമിക്സ്, മെക്കാനിക്സ്, എല്ലാ ഫീൽഡിലും ഈ ഒരൊറ്റ പ്രിൻസിപ്പിൾ മതി, വേറൊന്നും വേണ്ട. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ, ഈ ലീസ്റ്റ് ആക്ഷൻ, ഈ ഏറ്റവും കുറഞ്ഞ ആക്ഷനുള്ള പാത്ത്, അതിലാണ് ഇത് ഇങ്ങനെ പോകണമെന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ എന്തെങ്കിലും സ്പേസിൽ സംഭവിക്കണമല്ലോ. പല പാത്തുകളും പോസിബിളാണ്. ഇപ്പോൾ ഇതൊരു ഇനീഷ്യൽ പോയിൻ്റ്, വേറൊരു ഫൈനൽ പോയിൻ്റ്. ഇവിടുന്ന് അവിടം വരെ എത്താനായിട്ട് പല പാത്തുകളിൽ കൂടെ നമുക്ക് പോകാം. പക്ഷേ ഒടുവിൽ ഒരു പാത മാത്രമേ ഫിസിക്കൽ സിസ്റ്റം ചൂസ് ചെയ്യുന്നുള്ളൂ. ഫിസിക്കൽ സിസ്റ്റത്തിന് മനസ്സൊന്നുമില്ലല്ലോ. ഒരു കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ ഹാമിൽട്ടൺ പറഞ്ഞത്, ലൈറ്റിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. കാരണം ലൈറ്റിന് തരംഗ സ്വഭാവമുണ്ട്. തരംഗ സ്വഭാവമുള്ള ഒരു സാധനത്തിന് മാത്രമേ ഈ ഒരു പ്രിൻസിപ്പിള് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് ഹാമിൽട്ടൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹാമിൽട്ടൺ അന്ന് 200 കൊല്ലം മുമ്പ് 1835 സമയത്താണ് പറയുന്നത്. അന്ന് പദാർത്ഥത്തിന് തരംഗ സ്വഭാവം ഉണ്ടെന്ന് പറയാൻ ഉള്ള ഒരു കാരണമില്ല, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. പക്ഷെ അതാണ് പ്രധാനം. പദാർത്ഥത്തിനല്ല തരംഗ സ്വഭാവം, അതിൻ്റെ ഡൈനാമിക്സിനാണ്. ആക്ഷനാണ് തരംഗ സ്വഭാവം. അപ്പോൾ പദാർത്ഥമുണ്ട്, ആക്ഷൻ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി ഉണ്ട്. ഈ പദാർത്ഥത്തിനല്ല തരംഗ സ്വഭാവം, ഈ ആക്ഷൻ എന്ന് പറയുന്ന എൻറ്റിറ്റി എന്താണെങ്കിലും അതിനാണ് തരംഗ സ്വഭാവം. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്തായി. ഫെയ്ൻമാൻ പറഞ്ഞത്, ഐ ക്യാൻ സേഫ്ലി സേ നോബഡി അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. ഏതാണ്ട് ശരിയാണ് ഇപ്പോഴും, ഒരാൾ ഒഴിച്ച്. എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ബാധകമല്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് ഈ രൂപത്തിലായത്, എന്തുകൊണ്ടാണ് അൺസർട്ടനിറ്റി. ഇപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി ഗുണം മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി, അതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. എനിക്കങ്ങനെ പറയേണ്ട കാര്യമില്ല. ഈ ആക്ഷനിലുള്ള അൺസർട്ടനിറ്റി എപ്പോഴും ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിനെക്കാട്ടി കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രമാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എൻ്റെ ഫോർമുലേഷനിൽ. ഷ്രോഡിഞ്ചർ ഇക്വേഷനും അതിൻ്റെ വേവ് ഫംഗ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വാണ്ടം ഡൈനാമിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി മാത്രമാണ് പറയുന്നത്. അതിൻ്റെ ഡൈനാമിക്സ്, സിംഗിൾ സിസ്റ്റം ഡൈനാമിക്സ് ഈ ആക്ഷനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ക്വാണ്ടം മെക്കാനിക്സ് പൂർണ്ണമാവുകയുള്ളൂ. അതെന്താണെന്ന് എനിക്ക് വ്യക്തമായിപ്പോൾ അറിയാം. പക്ഷേ അത് ഒരു കൺസെപ്റ്റൽ ഡെവലപ്മെൻറ്റാണ്. അതുകൊണ്ട് ടെക്നോളജി ഒന്നും കാര്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ നോ ഹൗ ടു കംപ്ലീറ്റ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഈ നിലയിൽ ഗവേഷണം പുരോഗമിക്കുക അത് ഏതാണ്ട് പൂർത്തിയായ ഒരു കാര്യമാണ്. നമ്മളൊരു വളരെ അപൂർവമായിട്ടുള്ള ഒരു രത്നം എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് ചെളിയിൽ നിന്ന് ഇതെടുത്ത് ഇത് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാവരും, സീനിയറും ജൂനിയറും കൊലീഗ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഉൾപ്പെടെ പറയും, എവിടെ കല്ല്, വെറും കല്ല്. വളരെ സീനിയറായിട്ടുള്ള ആളുകൾ പറയും, എനിക്ക് കണ്ണിനെ കാണാൻ പറ്റുന്നില്ല, എന്താ കാണുകയില്ല. ചിലർ കാണുകയില്ല, ചിലർ കേൾക്കുകയില്ല, ചിലർ ഒന്നും മിണ്ടുകയില്ല, മനസ്സിലായവരോ മിണ്ടുകയില്ല. ഇങ്ങനെയുള്ള പ്രശ്നമാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിൽ ഈ ബോർ ഐൻസ്റ്റീൻ സംവാദം, ഈ ഹിഡൻ വേരിയബിൾ സംവാദം, ഇതെല്ലാം ഇതിനുത്തരം എല്ലാത്തിനും. അതായത് there is no unsolved problems remaining in quantum mechanics എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിലേക്ക് നയിച്ച ഈ ബെൽ ബോം, ഒരു ജോൺ ബെൽ ഡേവിഡ് ബോം തിയറീസൊക്കെ, അപ്പോൾ ഐൻസ്റ്റൈൻ ആദ്യം ഫോക്കസ് ചെയ്ത കാര്യം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഗോഡ് ഡസൻ പ്ലേ ഡൈസ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇൻഡിറ്റർമിനിസം,
അതാണ് ഐൻസ്റ്റൈൻ്റെ പരാതി ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെയുള്ള കാര്യം ഐൻസ്റ്റൈന് മനസ്സിലായി ഇതെന്തോ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത് റോഡിഞ്ചർ ഇക്വേഷനും വേവ് ഫംഗ്ഷനും ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ല, അത് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻസംബിൾ ഡിസ്ക്രിപ്ഷനാണ്, ഒരു സെറ്റ് ഓഫ് സിസ്റ്റംസിനെ ഒരുമിച്ച് കാണുമ്പോഴുള്ള ഒരു തിയറിയാണ്. ഒരു സിസ്റ്റത്തിൻ്റെ തിയറി നമ്മളിനി കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് 1935 ഐൻസ്റ്റൈൻ ഒരു എക്സാമ്പിൾ കണ്ടുപിടിച്ചത്. അത് എന്ന് വെച്ചാൽ 2 പാർട്ടിക്കിൾ എടുക്കുക, ഒന്നല്ല 2, എന്നിട്ട് അത് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൽ നിന്ന് പൊട്ടി ഒരു പാർട്ടിക്കിൾ വിഭജിച്ച് 2 പാർട്ടിക്കിൾ വരുന്ന ഒരു സിറ്റുവേഷൻ. എന്നിട്ട് ഒരു പാർട്ടിക്കിൾ ഒരു ഭാഗത്തേക്ക് പോകുന്നു, മറ്റേ പാർട്ടിക്കിൾ വേറൊരു ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ ഓരോ പാർട്ടിക്കിളിലും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്, എനർജി, മൊമെൻറ്റം, സ്പിൻ, അങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. മറ്റേ പാർട്ടിക്കിളിനും അതേപോലെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി മെഷർ ചെയ്തു, ഒരു വാല്യൂ കിട്ടി. അവിടെ ഒരു പ്രോപ്പർട്ടി മെഷർ ചെയ്തു, അതേ പ്രോപ്പർട്ടി മെഷർ ചെയ്തു, ഒരു വാല്യൂ കിട്ടി. ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു ജോയിൻ പ്രോപ്പർട്ടി കിട്ടും. അതിൻ്റെ ആവറേജ് ഈ എക്സ്പെരിമെൻറ്റ് പലതവണ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ആവറേജ് കിട്ടുന്നതിനാണ് കൊറിലേഷൻ എന്ന് പറയുന്നത്. കൊറിലേഷൻ അത് തമ്മിലുള്ള പരസ്പര ബന്ധം. അങ്ങനെയുള്ള ഒരു എക്സാമ്പിളാണ് ഐൻസ്റ്റൈൻ നോക്കിയത്. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ വിഭജിച്ച് 2 പാർട്ടിക്കിൾ ഉണ്ടാകുമ്പോൾ ചില ഫണ്ടമെൻ്റൽ ഫിസിക്കൽ പ്രിൻസിപ്പിൾസ് ബാധകമാണ്. സംരക്ഷണ നിയമങ്ങൾ, ഊർജ്ജ സംരക്ഷണം, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അതൊക്കെ പറയുമല്ലോ. അത് കാരണം ഈ പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടിയും ആ പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടിയായിട്ടൊരു പരസ്പര ബന്ധമുണ്ടാവും. ഈ കൺസർവേഷൻ നിയമങ്ങളിൽ നിന്ന് വന്ന പാർട്ടിക്കിളായതുകൊണ്ട് ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ വരും. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് ഐൻസ്റ്റൈൻ. അപ്പോൾ ഐൻസ്റ്റൈൻ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരേ ഒരു പോയിൻ്റ് ഇതാണ്. എൻ്റെ കൺവിക്ഷനിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്നുള്ള ഒരു റിയൽ പ്രോപ്പർട്ടിയാണ്. ഓരോ പാർട്ടിക്കിളിനും അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. അത് ഒരുമിച്ച് നിൽക്കുമ്പോഴും രണ്ട് പാർട്ടിക്കിൾ ഒരുമിച്ച് നിൽക്കുമ്പോഴും ഉണ്ട്. അത് ഓരോ വിഭജിച്ച് 2ആയി ഒന്ന് സ്പെഷ്യലി സെപ്പറേറ്റായിട്ട് സ്പേസിൽ ഒരു ഭാഗത്തും മറുഭാഗത്തുമായിട്ട് അകലെയായിട്ട് നിൽക്കുമ്പോഴും ഈ പ്രോപ്പർട്ടീസ് എല്ലാം പാർട്ടിക്കിളിന് ലോക്കലായിട്ടുണ്ട്. ഇവിടെ മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടിയും അവിടെ മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടിയും ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഇവിടെ ഞാൻ കാണുന്ന കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ബാധിക്കുന്നില്ല. ഇവിടെ ഞാൻ എന്തെങ്കിലും മെഷർ ചെയ്താൽ അത് ഉടനെ തന്നെ അവിടെയുള്ള കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. അത് റീസണബിൾ ആണല്ലോ. ഇപ്പോൾ ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി പറയുന്നുണ്ട്, ഇവിടെ ഞാനൊരു മെഷർമെൻറ്റ് ചെയ്താൽ അത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് വേറെ എവിടെയും അതിൻ്റെ എഫക്റ്റുകൾ ചെല്ലാൻ പാടില്ല. അതിനാണ് ലൊക്കാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇൻ റിയാലിറ്റി ഞാൻ എന്ത് ആക്ഷൻ ഒരു സ്ഥലത്ത് ചെയ്താലും അതിന് ഇൻസ്റ്റൻറ്റേനിയസ് എഫക്റ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഓരോ പാർട്ടിക്കിളിനും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട് ആ പാർട്ടിക്കിളിനോട് അനുബന്ധിച്ച്. ഇത് രണ്ടുമാണ് എൻ്റെ അടിസ്ഥാന അസംഷൻസ്. ഇനി ഈ പ്രോപ്പർട്ടീസ് ഡിസ്ക്രൈബ് ചെയ്യാൻ ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളൊരു തിയറിയുണ്ട്. അതിൽ ഈ പ്രോപ്പർട്ടീസ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യും. അതിന് റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്നത് വേവ് ഫംഗ്ഷനാണ്. എന്നിട്ട് ഐൻസ്റ്റൈൻ കൺസിഡർ ചെയ്തത്, ഞാനിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഇവിടെ മെഷർ ചെയ്യുന്നു വിചാരിക്കുക, ഈ ഭാഗത്ത് ഒരു വാല്യൂ കിട്ടും എനിക്ക്. എന്നിട്ട് സംരക്ഷണ നിയമം ഉപയോഗിച്ച് മറ്റേ പാർട്ടികളുടെ പ്രോപ്പർട്ടി എന്താണെന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ വേവ് ഫംഗ്ഷൻ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ റെപ്രസെൻറ്റേഷനിൽ ഇവിടെ ഒരു മെഷർമെൻറ്റ് നടത്തിയാൽ ഉടനെ തന്നെ അവിടെ വേവ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. അതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞത് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള തിയറിയിൽ ഈ റെപ്രസെൻറ്റേഷൻ ഉടനെ തന്നെ മാറുന്നുണ്ട്. ഇവിടെ മെഷർ ചെയ്താൽ ഉടനെ തന്നെ മറ്റേ പാർട്ടിക്കിളിൻ്റെ റെപ്രസെൻറ്റേഷൻ മാറുന്നുണ്ട്, എത്ര അകലെയായാലും. പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടി മാറാൻ പാടില്ല. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിനോട് അനുബന്ധിച്ചുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു മെഷർമെൻറ്റ് ചെയ്താൽ ഈ മെഷർമെൻറ്റ് ആ പാർട്ടിക്കിളിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് സ്പേസിൽ ഫിസിക്കൽ വേൾഡിൽ എന്താണ് ഉള്ളതെന്നുള്ളത് അതേപോലെ നിന്നേ പറ്റുള്ളൂ. പക്ഷേ റെപ്രസെൻറ്റേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റെപ്രസെൻറ്റേഷനും
ഫിസിക്കൽ പ്രോപ്പർട്ടിയായിട്ട് ഒന്നിനൊന്ന് ബന്ധം ഇല്ല. ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഫിസിക്കൽ വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത് അതും ക്വാണ്ടം തിയറി റെപ്രസെൻറ്റേഷനിൽ എന്താണ് സംഭവിക്കുന്നതുമായിട്ട് ഒരു പരസ്പര ഒന്നിനൊന്ന് ബന്ധമില്ല. അതുകൊണ്ട് ഫിസിക്കൽ തിയറി അപൂർണമാണ്, ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള തിയറി അപൂർണമാണ് എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ പ്രൂവ് ചെയ്തത്. വളരെ പവർഫുള്ളായിട്ടൊരു പ്രൂഫാണത്. പക്ഷേ ഇതും അനിശ്ചിതത്വമായിട്ടൊരു ബന്ധമൊന്നുമില്ല, ഇതും ഹിഡൻ വേരിയബിൾസുമായിട്ട് ഒരു ബന്ധവുമില്ല. ബെല്ല് വിചാരിച്ചു ഐൻസ്റ്റൈൻ്റെ ഈ എക്സാമ്പിളും അപൂർണത എന്നൊരു വാക്കുണ്ട്, ഇൻകംപ്ലീറ്റ്നെസ്. ഐൻസ്റ്റൈൻ പ്രൂവ് ചെയ്ത് ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ഇൻകംപ്ലീറ്റ്. ഐൻസ്റ്റൈൻ ഉദ്ദേശിച്ചത് തിയറിയും ഫിസിക്കൽ വേൾഡിലുള്ള ആക്ച്വൽ സിറ്റുവേഷനുമായിട്ട് ഒന്നിനൊന്ന് ബന്ധമില്ല, 1-to-1 കറസ്പോണ്ടൻസ് ഇല്ല. 1-to-1 കറസ്പോണ്ടൻസ് ഉള്ളതാണ് എൻ്റെ കീ വേർഡ് ഫ്രേസ്. ഈ തിയറിയിലുള്ള റെപ്രസെൻറ്റേഷനും ഫിസിക്കൽ വേൾഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായിട്ട് 1-to-1 കറസ്പോണ്ടൻസ് ഇല്ല. അതുകൊണ്ട് തിയറി ഇൻകംപ്ലീറ്റ് ആണ്. ബെല്ലിൻ്റെ പേപ്പർ വായിച്ചവർ ഐൻസ്റ്റൈൻ്റെ പേപ്പർ EPR എന്ന് പറഞ്ഞ പേപ്പർ, ഐൻസ്റ്റൈൻ പൊഡോൾസ്കി റോസൻ, ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ബെൽ 1964 അദ്ദേഹത്തിൻ്റെ പേപ്പർ എഴുതുന്നത്. എൻ്റെ വിശ്വാസം ഐൻസ്റ്റൈൻ്റെ പേപ്പർ വായിച്ചിട്ടില്ല എന്ന്. അതിനൊരു കാരണമുണ്ട്. ബെല്ലിൻ്റെ പേപ്പറിൻ്റെ ടൈറ്റിൽ ഐൻസ്റ്റൈൻ പൊഡോൾസ്കി റോസൻ എന്നൊക്കെയാണ്. പക്ഷേ അതിൻ്റെ സൈറ്റേഷൻസ് നോക്കിയാൽ ഐൻസ്റ്റൈൻ റോസൻ പൊഡോൾസ്കി EPR എന്നല്ല എന്നാണ് പ്രിൻ്റഡ് പേപ്പറിലുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒറിജിൻ മനസ്സിലാവും. ഡേവിഡ് ബോം EPRനെ എപ്പോഴും ERP എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ബോമിനെ അമേരിക്കയിൽ നിന്ന് ബ്രസീലിലേക്ക് നാട് കടത്തി, കമ്മ്യൂണിസ്റ്റാണെന്നും പറഞ്ഞ്. ബ്രസീലിലാണ് ബോം വർക്ക് ചെയ്യുന്നത് കുറേ കാലം. അതുകൊണ്ട് ഒറിജിനൽ പേപ്പേഴ്സൊന്നും കാണാൻ സാധ്യതയില്ല ആ കാലത്ത്. അതുകൊണ്ട് ബോം വിചാരിച്ചു ഐൻസ്റ്റൈൻ പൊഡോൾസ്കി റോസൻ പേപ്പറിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ വോൺ ന്യൂമാൻ്റെ അൺസർട്ടനിറ്റി, ഹിഡൻ വേരിയബിൾസിനെ കുറിച്ചുള്ളതാണെന്നാണ് ബോമിൻ്റെ ഒരു ധാരണ. ആ ഒരു ധാരണയിൽ അദ്ദേഹം പല ഇൻകറക്റ്റായിട്ടുള്ള കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ബോമിൻ്റെ പേപ്പറിൽ നിന്നാണ് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു സീരീസ് ഓഫ് കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ട്. 1964 ആയപ്പോഴത്തേക്ക് ഐൻസ്റ്റൈൻ ഈസ് നോ മോർ അലൈവ്. അതുകൊണ്ട് ഇതൊന്നും വ്യക്തമാക്കാൻ ആരും ഇല്ലാതെ പോയി. ആ കൺഫ്യൂഷൻ ആണ് പിന്നൊടുവിൽ 2022 നോബൽ പ്രൈസ് വരെയുള്ള കൺഫ്യൂഷൻ എത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബെൽസ് ഇൻഇക്വാലിറ്റിയും ഫിസിക്സുമായിട്ട് ഒരു ബന്ധവുമില്ല. ബെൽസ് ഇൻഇക്വാലിറ്റി ആണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം എന്നാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. ഒരു അന്ധവിശ്വാസമാണത്. ബെൽസ് ഇൻഇക്വാലിറ്റി ഫിസിക്സുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, ഇപ്പോൾ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിലേക്കൊക്കെ വരുന്നത്? അതും ബെൽസ് ഇൻഇക്വാലിറ്റി ബന്ധമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. പക്ഷേ ഐൻസ്റ്റൈൻ്റെ ഈ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ക്വാണ്ടം മെക്കാനിക്സ്, ഒരു പാർട്ടിക്കിൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ അവിടെ, ഇതിന് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള തിയറിയിൽ ഉള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഒരു വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. അതിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മളൊരു സിസ്റ്റം എടുത്താൽ, ഒരു പാർട്ടിക്കിൾ എടുത്താൽ, ക്വാണ്ടം മെക്കാനിക്സിന് അതിനൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഒരു വേവ് ഫംഗ്ഷൻ. വേറൊരു പാർട്ടിക്കിൾ എടുത്താൽ അതിനൊരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. രണ്ട് പാർട്ടിക്കിളും കൂടെ എടുത്താൽ ഈ രണ്ട് വേവ് ഫംഗ്ഷൻ്റെ ഒരു ഗുണിതം ആണ് ഉപയോഗിക്കുന്നത്. ടെൻസർ പ്രോഡക്റ്റ് എന്ന് പറയും, ആണ് ഉപയോഗിക്കേണ്ടത് തിയറിയിൽ. പക്ഷേ രണ്ട് പാർട്ടിക്കിൾ ഇതുപോലെ ഒരു പാർട്ടിക്കിളിൽ നിന്ന് വിഭജിച്ച് വരുന്ന രണ്ട് പാർട്ടിക്കിൾ, ഏതെങ്കിലും ഒരു കൺസർവേഷൻ ലോയിലെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളപ്പോൾ വരുന്ന രണ്ട് പാർട്ടിക്കിളിന് ഒരു വേവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഒരു പ്രത്യേക തരം വേവ് ഫംഗ്ഷനെ എഴുതാൻ പറ്റൂ ഈ തിയറിയിൽ. ആ വേവ് ഫംഗ്ഷൻ ഈ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനും ആ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനുമായിട്ട് വേർതിരിക്കാൻ പറ്റുകയില്ല, സെപ്പറബിൾ അല്ല. ഇതിന് ഒരുമിച്ചൊരു വേവ് ഫംഗ്ഷനുണ്ട്. പക്ഷേ ഈ പാർട്ടിക്കിളിന് ഒരു വേവ് ഫംഗ്ഷൻ ഇല്ല, ആ പാർട്ടിക്കിളിന് ഒരു വേവ് ഫംഗ്ഷൻ ഇല്ല. ഒരു പ്രത്യേകതരം കൺസെപ്റ്റായിട്ട് ചിന്തിച്ചാൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇവിടെ, വേറൊരു പാർട്ടിക്കിൾ അവിടെ. ഈ പാർട്ടിക്കിളിന് നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും, ആ പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും.
പക്ഷേ ഈ പാർട്ടിക്കിളുടെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ഇല്ല ക്വാണ്ടം മെക്കാനിക്സിൽ. ആ പാർട്ടിക്കിളിനും ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ഇല്ല ക്വാണ്ടം മെക്കാനിക്സിൽ. രണ്ടിൻ്റെയും ഒരുമിച്ച് ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റേറ്റിനാണ് എൻടാങ്കിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് തിയറിയിലാണ് ഈ പാർട്ടിക്കിളിന് ഒരു സ്റ്റേറ്റ് ഇല്ല, ആ പാർട്ടിക്കിളിന് ഒരു സ്റ്റേറ്റ് ഇല്ല, എന്നാൽ രണ്ടിനും കൂടെ ഒരുമിച്ച് ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം ഈ പാർട്ടിക്കിളിന് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ഉണ്ടാവണമല്ലോ, ആ പാർട്ടിക്കിളിനും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. പക്ഷേ തിയറിയിൽ ഇതിനൊരു ഡിസ്ക്രിപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത് തിയറി ഇൻകംപ്ലീറ്റ് ആണെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ക്വാണ്ടം ക്രിപ്റ്റോളജി, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിലേക്ക്? ക്വാണ്ടം കമ്മ്യൂണിക്കേഷന് ഈ എൻടാങ്കിൾ സ്റ്റേറ്റ് ഒരു നെസസിറ്റി അല്ല. അപ്പോൾ ഇപ്പം നടക്കുന്ന ഈ ഒരു റിസർച്ച് അല്ല, ഇത് ഉപയോഗമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ലൈറ്റ് ഉപയോഗിച്ചാണെങ്കിലും മറ്റുള്ള ഇതാണെങ്കിലും ഉപയോഗിക്കുന്നത് അതിന് വേറൊരു പ്രിൻസിപ്പിളാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം. ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു, ഒരു ഒപ്റ്റിക്കൽ ഫൈബറോ അല്ലെങ്കിൽ ഏത് ചാനൽ ക്ലാസിക്കലായിട്ട് ഇപ്പോൾ ചെയ്യുന്ന പോലെ ഒരു മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് ഇൻ്റർസെപ്റ്റ് ചെയ്ത് ആ മെസ്സേജ് ഹാക്ക് ചെയ്യാം. അത് എന്താണെന്ന് മനസ്സിലാക്കാം. കുറച്ച് ലൈറ്റ് അതിൽ നിന്ന് ഊറ്റിയെടുത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ആണെങ്കിൽ ലീക്ക് ചെയ്തിട്ട് അത് ഇൻഫർമേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഫർമേഷൻ അയക്കുന്നത് കോഡ് ചെയ്താണല്ലോ, 0, 1 ഒക്കെ ആയിട്ട് കോഡ് ചെയ്തതാണ്. പക്ഷേ ഈ അയക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് നമ്മൾ അത് കോപ്പി ചെയ്യുന്ന മനസ്സിലാക്കാത്ത വിധം കോപ്പി ചെയ്ത് അത് മനസ്സിലാക്കാൻ എൻക്രിപ്റ്റ് ചെയ്ത സാധനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് കോപ്പി എടുത്ത് അത് അനാലിസിസ് ചെയ്ത് രഹസ്യമായിട്ട് അയക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മളൊരു പല കണങ്ങളിൽ കൂടെ, ഇപ്പോൾ ലൈറ്റിൻ്റെ ഫോട്ടോൺസ് ആണെങ്കിലും ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഈ ഫോട്ടോണിനെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ അതിൻ്റെ വേവ് ഫങ്ഷൻ ചേഞ്ച് ചെയ്യുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ കൃത്യമായിട്ട് മറ്റേ പോയിന്റിൽ എത്തും. പക്ഷെ ഒബ്സർവ് ചെയ്താൽ ആ ഇൻഫർമേഷൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. വേവ് ഫങ്ഷൻ ചേഞ്ച് ചെയ്യുന്ന പോലെ ഇപ്പോൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ലൈറ്റിൻ്റെ പോളറൈസേഷൻ വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ എന്നുള്ളതാണ്. 0, 1 എന്ന് പറയാം നമുക്ക്. ഫോട്ടോൺ പോകുന്ന ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൽ നിന്ന് ഈ ഫോട്ടോണിൽ ലീക്ക് ചെയ്ത് നമുക്കതിനെ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ് അറിയണം. വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ എന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയണം. അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിൽ മാറാം, അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട്. അതാണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന തത്വം. അതായത് ഒബ്സർവ് ചെയ്താൽ ക്വാണ്ടം സ്റ്റേറ്റ് മാറും എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ അടിസ്ഥാനം. എൻടാങ്കിൾ സിസ്റ്റത്തിൽ 2 സിസ്റ്റം കൂടെ ഒരുമിച്ചാണ് ഒരു പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 2 പ്രോപ്പർട്ടി അറിയുന്നവർക്ക് മാത്രമേ ഈ വിവരം ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എൻടാങ്കിൾ സിസ്റ്റം ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത്, ഒരു നെസസിറ്റി അല്ല. അപ്പോൾ അതാണ് പ്രധാനം. അതുകൊണ്ട് ഈ ടെക്നിക്സ് എല്ലാം വളരെ സിമ്പിളായതുകൊണ്ട് ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഏതാണ്ട് മച്യൂരിറ്റി ആയി ഇപ്പോൾ. അതായത് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് വരെ ഈ സേഫ് കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഈ ടെക്നിക്സ് ഉപയോഗിച്ച് സീക്രട്ട് എൻക്രിപ്റ്റഡ് മെസ്സേജ് എല്ലാം അയക്കാൻ ഇപ്പോൾ കഴിയും. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇപ്പോഴും അകലെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ നമ്മളിപ്പോൾ രാജ്യം ഇപ്പോൾ വളരെ അംബീഷ്യസ് ആയിട്ടൊരു നാഷണൽ ക്വാണ്ടം മിഷൻ കൊണ്ടുവന്നു 2023. അപ്പം ഒരു 6,000 കോടിക്ക് മേൽ തുകയാണ് വകയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഡയാറ്റിനും വലിയ റോളുണ്ടല്ലോ. അപ്പോൾ അവിടെ നടക്കുന്ന ഗവേഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ MTech സ്റ്റുഡൻസ് വളരെ റൂട്ടീനായിട്ട് ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ടാക്കുന്നുണ്ട്. ലാബിലെല്ലാം ധാരാളം ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ഈ പോളറൈസേഷൻ സ്റ്റേറ്റ് ഉപയോഗിച്ചുള്ള ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഒത്തിരി എക്സ്പെരിമെൻറ്റുകൾ നടക്കുന്നുണ്ട്. പല ഡിവൈസുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാരണം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് വന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന കാര്യം ഈ 0, 1 എന്നുള്ള സ്റ്റേറ്റുകൾ
ട്രാൻസിസ്റ്ററിനുള്ള പോലെ ആണ് ക്യൂബിറ്റുകളിലും 0, 1 ഉള്ള 2 സ്റ്റേറ്റുകൾ ഉപയോഗിക്കണം. അതൊന്നില്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ സ്റ്റേറ്റ് ആവാം, ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ കണ്ടക്ടിങ് ഓസിലേറ്ററിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിൽ ആവാം. പക്ഷേ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെയും ഈ 0 എന്നുള്ള സ്റ്റേറ്റിൻ്റെയും 1 എന്നുള്ള സ്റ്റേറ്റിൻ്റെയും സൂപ്പർ പൊസിഷൻ സാധിക്കും. 0 + 1, 0 - 1 അങ്ങനെയുള്ള. അപ്പോൾ കമ്പ്യൂട്ടിങ് ഈ ടോട്ടൽ സ്റ്റേറ്റിലാണ് നടക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഈ 0യിലും 1ലും ഒരുമിച്ച് ഒരു ഓപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ് പ്രോഗ്രസ് ചെയ്യുന്നത്. 0യിൽ ഒരു ഓപ്പറേഷൻ, പിന്നെ 1ൽ ഓപ്പറേഷൻ എന്ന് കണക്കാക്കേണ്ട കാര്യമില്ല. 0യും 1ഉം ഒരുമിച്ച് ഓപ്പറേഷൻ. അതുപോലെ പല സിസ്റ്റം, ഇപ്പോൾ അതൊരു പാർട്ടിക്കിളിന് 1 ക്യൂബിറ്റ്. ഇപ്പോൾ 1000 ക്യൂബിറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ 1000 ക്യൂബിറ്റുകളുടെ ഒരു സൂപ്പർ പൊസിഷനാണ്. അപ്പോൾ അതെല്ലാ ഒരു 1 മുതൽ 8 വരെയുള്ള നമ്പറുകളെന്ന് ഉപയോഗിക്കാം. 1 മുതൽ 8 വരെയുള്ള നമ്പർ. ഒരു സാധാരണ കമ്പ്യൂട്ടറിൽ ഒരു കമ്പ്യൂട്ടേഷൻ നടത്തണമെങ്കിൽ 8 തവണ ഓപ്പറേറ്റ് ചെയ്യണം, ഓരോന്നിലും ഓപ്പറേറ്റ് ചെയ്യണം. ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് ഒരു ഓപ്പറേഷനിൽ 1 മുതൽ 8 വരെയുള്ള നമ്പർ എല്ലാം കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൻ്റെ ബേസിസ് ആയിട്ടുള്ളത്. അതിന് കുറച്ച് സട്ടിലിറ്റി ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു തരം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ അത് ഒരിടത്തും എത്തിയില്ല എന്ന് പറയേണ്ടി വരും. അതിന് ഒരു കാരണമുണ്ട്. നമുക്കൊരു എത്ര വർഷത്തിനുള്ളിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ അടുത്ത ഒരു 20 വർഷത്തിനുള്ളിലെങ്കിലും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ പ്രാധാന്യം നമുക്ക് ക്ലാസിക്കൽ സാധാരണ കമ്പ്യൂട്ടറുകളിൽ ചെയ്യാൻ പറ്റാത്ത ചില പ്രോബ്ലംസ് ഉണ്ട്. ഒരു ഉദാഹരണം, ഇപ്പോൾ നമ്മൾ എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ്, ഫിനാൻസ് ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും ഡിഫൻസ് സെക്യൂരിറ്റി ആണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു കാര്യം, സീക്രട്ട് മെസ്സേജസ് എൻക്രിപ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. RSA അൽഗോരിതം എന്നാണ് പറയുന്നത്. അതായത് 2 പ്രൈം നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ ഒരു നമ്പർ കിട്ടും. ഈ നമ്പർ നമുക്ക് ഈ ഒറ്റ നമ്പർ നമ്മളെ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് 2 സംഖ്യകൾ ഗുണിച്ചാണ് ഈ നമ്പർ ഉണ്ടാക്കിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ മാത്തമാറ്റിക്കലി ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്രോബ്ലം. ഇത്തരം ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിന് ഏതാണ്ട് അസാധ്യമായ ഇത്തരം പ്രോബ്ലംസ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് സാധിക്കും എന്ന് 1995 പീറ്റർ ഷോർ എന്നുള്ള ഒരു ബെൽ ലാബ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് കാണിച്ചിരുന്നു. അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നാൽ ഇപ്പോഴുള്ള എൻക്രിപ്ഷൻ സെക്യൂരിറ്റി മുഴുവൻ നാശമാവും. എൻക്രിപ്ഷൻ സെക്യൂരിറ്റി പിന്നെ ഒരിക്കലും സേഫ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിനെ ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഫീൽഡ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ഈ പേടിയാണ്. കാരണം അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള എൻക്രിപ്ഷൻ സേഫ്റ്റി മുഴുവൻ അസ്തമിക്കും. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇങ്ങനെയുള്ള ഈ സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് അസാധ്യമായ പ്രോബ്ലംസാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ റിലവൻസ് തന്നെ. പിന്നെ വേറെയുള്ള ചില സിമുലേഷൻസ്, അങ്ങനെ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസും ഉണ്ട്. പക്ഷേ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇത്തരം ഹാർഡ് പ്രോബ്ലംസ്, അപ്പോൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. ഈ തരം സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻസിന് മാത്രമേ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ഉപയോഗമുള്ളൂ. സാധാരണ കമ്പ്യൂട്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമല്ല ഇത്. ആ ഒരു എക്സ്പെക്റ്റേഷൻ ആളുകൾ മാറ്റണം. ഇങ്ങനെയുള്ള ചില സ്പെഷ്യലൈസ്ഡ് പ്രോബ്ലംസിന് മാത്രമേ ഇതിന് ഉപയോഗമുള്ളൂ വന്നാൽ തന്നെ. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് ഇത്തരം പ്രോബ്ലംസിന് വേണ്ടി നടക്കണമെങ്കിൽ അതിന് ഈ ക്യൂബിറ്റ്സിൻ്റെ, ഇപ്പോൾ ആറ്റം ആയാലും സൂപ്പർ കണ്ടക്റ്റിംഗ് ഡിവൈസസ് ആണെങ്കിലും 1000 എണ്ണങ്ങൾ ഒരുമിച്ച് എൻറ്റാങ്കിൾ ചെയ്യാണ്, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് സ്റ്റേറ്റിലേക്ക് വരുത്താനുള്ള ഒരു പദ്ധതി വേണം. ഈ പദ്ധതി ഇപ്പോഴും വളരെ അകലെയാണ്. ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. ക്വാണ്ടം കമ്പ്യൂട്ടിങ് തിയറിയിൽ ഇതൊക്കെ ചെയ്യാം. തിയറിയിൽ അത് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഹാർഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറ്റും. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഇത് സാധിക്കുമോ? ഇൻ പ്രിൻസിപ്പിൾ ഒരു ഫിസിക്കൽ ഡിവൈസ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതൊന്നും ഇപ്പോഴും വ്യക്തമല്ല. 15 എന്നുള്ളൊരു നമ്പർ എടുക്കുക. 15 എന്നുള്ള നമ്പറിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് 3, 5 രണ്ട് നമ്പർ. 3 × 5 ആണ് 15.
15 എന്നുള്ള നമ്പർ തന്നാൽ 3 × 5 പറയാം എന്ന് ക്വാണ്ടം കമ്പ്യൂട്ടറിന് സാധിക്കും എന്ന് ഒരു 10-25 കൊല്ലം മുമ്പ് ആളുകൾ കാണിച്ചതാണ് ലാബറട്ടറിയിൽ. 25 കൊല്ലം കഴിഞ്ഞു. ഇന്നും 15 അല്ല 21 അങ്ങനെയുള്ള നമ്പറുകൾക്ക് അപ്പുറം പോയിട്ടില്ല. 25 കൊല്ലത്തിനുള്ളിൽ ഇത്രേ പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളൂ. അതാണ് റിയാലിറ്റി. അവിടെയാണ് ഇത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നത്. ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് IBM, ഗൂഗിൾ ഉള്ള കമ്പനികൾ എല്ലാ മാസവും ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഞങ്ങൾക്ക് ആ ബ്രേക്ക് ത്രൂ ഉണ്ടായി, ഈ ബ്രേക്ക് ത്രൂ ഉണ്ടായി, മജറോണ ചിപ്പ് ഉണ്ടാക്കി, ഇതുണ്ടാക്കി. ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും 21 അപ്പുറം പോകാൻ പറ്റിയിട്ടില്ല. ഒരു കുട്ടിക്ക് പറയാൻ പറ്റും 21 പ്രൈം ഫാക്ടേഴ്സ് 3ഉം 7ഉം ആണെന്ന്. ക്വാണ്ടം കമ്പ്യൂട്ടറിന് അതിന് അപ്പുറം പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചില ആർട്ടിഫിഷ്യൽ പ്രോബ്ലംസ് ഇവർ ഇൻവെൻറ്റ് ചെയ്ത് അത് സോൾവ് ചെയ്ത് കാണിക്കുകയാണ്. ഇത് വലിയ അതിന് കമേഴ്ഷ്യൽ ആംഗിളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്ത്യ ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ടാക്കാം. പക്ഷേ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ്റെ റിലവൻസും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായിട്ട് വളരെ ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷന് വലിയ റിലവൻസ് ഒന്നും ഇല്ല. കാരണം സെൻസിങ് ആണ്. ക്വാണ്ടം സെൻസിങ് എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ നാവിഗേഷൻ, ഇനർഷ്യൽ സെൻസിങ്, നമ്മൾ GPS അങ്ങനെയുള്ള ഉപയോഗങ്ങൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഒരു സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു നാവിഗേഷൻ സിസ്റ്റം സാധ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗവേഷണം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ കോൾഡ് ആറ്റം, ലേസർ കൂൾഡ് ആറ്റംസ് ഉപയോഗിച്ച് ആറ്റം ഇൻ്റർഫെറോമെട്രി എന്ന് പറഞ്ഞൊരു ഫീൽഡുണ്ട്. അത് ഈ മാറ്റർ വേവ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് വന്നതൊക്കെ. അതായത് ലൈറ്റ് കൊണ്ട് ഇൻ്റർഫെറൻസും ഇൻ്റർഫെറോമീറ്റേഴ്സും ഉണ്ടാക്കുന്ന പോലെ തന്നെ ആറ്റംസ് കൊണ്ടും അതേ ഡിവൈസസ് ഉണ്ടാക്കാം. പക്ഷേ ആറ്റംസ് കൊണ്ട് അതേ ഡിവൈസസ് ഇൻ്റർഫെറോമീറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി ഏതാണ്ട് ഒരു 100 കോടി മടങ്ങ് കൂടുതലായിട്ട് കിട്ടും സെൻസിറ്റിവിറ്റി. കാരണം ആറ്റത്തിൻ്റെ മാസം ഫോട്ടോണിൻ്റെ എനർജി മാസം ഒത്തിരി വ്യത്യാസമുണ്ട്. അതാണ് പ്രധാനം. അപ്പോൾ അത് കാരണം ആ ആറ്റം ഇൻ്റർഫെറോമീറ്റേഴ്സ് ഉപയോഗിച്ചാൽ നാവിഗേഷൻ, റൊട്ടേഷൻ, ആക്സലറേഷൻ, അങ്ങനെയുള്ള പല ഗ്രാവിറ്റി ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അളക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇന്ത്യയിലിപ്പോൾ പ്രശ്നമുള്ളത് ധാരാളം പണം ഗവൺമെൻറ് അങ്ങനെ ഒരു അഭിലാഷം ഉള്ളതുകൊണ്ട് ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെന്നുപെട്ടിരിക്കുന്ന കൈകൾ ഈ സബ്ജക്റ്റുമായിട്ട് വലിയ അത്ര ഫെമിലിയാരിറ്റി ഒന്നുമില്ല. ചെതറിപ്പോയി എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഫണ്ടിങ് മുഴുവൻ ചെതറിപ്പോയിരിക്കുകയാണ്. ഇതിൽ 90% വേസ്റ്റാവും. നമുക്കപ്പം ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഈ വേറിട്ട നിരീക്ഷണങ്ങളും ഈ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ ക്വാണ്ടം സെൻസിങ്ങിൻ്റെ ഒരു പ്രാധാന്യം, നമ്മൾ നാഷണൽ ക്വാണ്ടം മിഷനിൽ എങ്ങനെ ഇത് ഈ ഇത്രയും ധനം വളരെ ഇൻ്റലിജൻ്റായിട്ട് ചിലവാക്കണം എന്നുള്ളതിൻ്റെ ഒരു വേറിട്ട കാഴ്ചയാണ് അല്ലെങ്കിൽ വേറിട്ട അനുഭവമാണ് ഈ ഇൻ്റർവ്യൂയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു വിമർശനാത്മകമായ ഒരു സമീപനം നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് ഉപകാരമാകട്ടെ എന്ന് ആശിക്കുകയാണ്. ഇത്രയും നേരം ഇത് വിവരിച്ച് തന്നതിന് വളരെയധികം നന്ദി. ഇനിയും ഉള്ള ഗവേഷണത്തിന് എല്ലാവിധ ആശംസകളും. എൻ്റെ ഗവേഷണം എന്ന് പറഞ്ഞത് ഈ ടെക്നോളജിയായിട്ട് നേരിട്ടുള്ള ബന്ധമല്ല. എനിക്ക് എപ്പോഴും ഫൗണ്ടേഷൻസിലാണ് താല്പര്യം. അതിൽ ഞാൻ വളരെ നല്ല പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. പക്ഷേ എനിക്കിതൊക്കെ ആളുകളെ സഹായിക്കണം. രാജ്യത്തിൻ്റെ ഒരു മിഷൻ അത് സഹായിക്കണം എന്നുണ്ട്. ഞാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ഹരിഹരൻ, അഡ്മിറൽ ഹരിഹരൻ മലയാളിയാണ് ആയിരുന്നു, റിട്ടയറായി. ഡിയാറ്റിൽ വന്നു. ഞാൻ ഏതാണ്ട് അരമണിക്കൂർ ആറ്റം ഇൻ്റർഫെറോമീറ്ററിനെ പറ്റിയും അതെങ്ങനെ GPS ഡിനൈഡ് സബ്മറൈൻ നാവിഗേഷൻ ഉപയോഗിക്കാമെന്നും ലെക്ചർ തന്നെ കൊടുത്തു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത് ബട്ട് വി വാണ്ട് ക്വാണ്ടം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. ശരിയായ ദിശയിൽ നടക്കട്ടെ. താങ്ക് യു. വളരെയധികം. ദിസ് ഈസ് സയൻസ് ടോക്ക്. Until next time, let's keep asking questions, staying curious and building a better tomorrow.